അസ്സലാമലൈക്കും. ഞാൻ sayyedmisbah. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇന്ന് നമ്മുടെ പഠന വിഷയം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഒരു സ്റ്റണ്ണിങ് വെബ്സൈറ്റ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കും നല്ല ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയെടുക്കാം വിത്ത് ഫ്രീ ഓഫ് കോസ്റ്റ്. ഇയാൾ വെറുതെ ഇങ്ങനെ പറയുന്നത് ഒരിക്കലും അല്ല, ഞാൻ ഗ്യാരണ്ടി ആണ്. വിത്തൗട്ട് പ്രോഗ്രാമിംഗ് നോളജ് ഒന്നും വേണ്ട. നിങ്ങൾക്ക് PHP അറിയണമെന്നോ അല്ലെങ്കിൽ ജാവ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ML കാസ്കാഡ് സ്റ്റേറ്റ് ഷീറ്റ് അങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയാണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് നല്ല ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാം. ഇഫ് ഇറ്റ് ഈസ് ഡൈനാമിക് ഓർ സ്റ്റാറ്റിക്, അത് എന്തും ആയിക്കൊള്ളട്ടെ, നമുക്ക് നോക്കാം അത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. പക്ഷെ അതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. നിങ്ങൾ ചുരുങ്ങിയത് ഒരു ഹാഫ് ആൻ അവർ അതായത് ഞാൻ ചിലപ്പം അത്ര വരെ മാക്സിമം പോയേക്കാം, ഒരു 30-35 മിനിറ്റ് വരെ വീഡിയോ പോയേക്കാം. പക്ഷെ ആ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഇതിൽ നിങ്ങളെ ടീച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ക്ഷമയോട് കൂടിയിട്ട് ഇത് വാച്ച് ചെയ്യാനുള്ള ഒരു ഉത്സാഹം നിങ്ങൾ കാണിക്കുക നിങ്ങളുടെ സൈഡിൽ നിന്ന്. അത്രയും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. നിങ്ങൾ സാധാരണ നിങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കുക്കിംഗുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആൾക്കാർ ബ്രദർ സിസ്റ്റർ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കൊരു വെബ്സൈറ്റ് വേണം. എന്ത് പർപ്പസും ആയിക്കോട്ടെ, ആ ഏതെങ്കിലും ഒരു നിങ്ങൾ ഈ പറയപ്പെട്ട രീതിയിൽ വല്ല പർപ്പസിന് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല ഹൈ ലെവൽ ബിസിനസ് ബ്രാൻഡിന് വേണ്ടി നിങ്ങളൊരു ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 10,000 മുതൽ 1 lakh വരെ, ഈവൻ അത് ഈ വെബ്സൈറ്റിൻ്റെ കണ്ടന്റ്, പ്രൊഫഷണൽ, പിന്നെ അതിൻ്റെ ഡിസൈൻ, ഇതൊക്കെയാണ് ഫാക്ടറി എമൗണ്ട്. പക്ഷെ ഇതിനേക്കാൾ ഉപരി, അതായത് ഈ പറയപ്പെടുന്ന എമൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വലിയൊരു എമൗണ്ട്, ഹ്യൂജ് എമൗണ്ടാണ്. അവർ എങ്ങനെയാണോ ഈ ഒരു ബ്രാൻഡ് ലെവൽ, അതായത് ഈ ഒരു പ്രൊഫഷണലായിട്ട് ഉണ്ടാക്കുന്ന അതിനേക്കാൾ വേണമെങ്കിൽ ഞാൻ ഗ്യാരണ്ടി നിങ്ങളോട് പറയാം, ഒരു ലെവല് പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. വിത്തൗട്ട്, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്, വിത്തൗട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതിനേക്കാൾ പഠിക്കുന്നതിനേക്കാൾ മുമ്പ് കുറച്ച് റിക്വയർമെന്റ് നമുക്ക് ആവശ്യമുണ്ട്. അതായത് നിങ്ങൾ ആദ്യം ഈ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ വെബ്സൈറ്റിൽ കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, വെബ്സൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, പബ്ലിക്കിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ഒരു സാധനമാണ്, പബ്ലിക്കിന് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് കാണേണ്ടത് എന്ന് നിങ്ങൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്, ഏതൊക്കെ ഇമേജുകളാണ് ഉൾപ്പെടുത്തേണ്ടത്, വീഡിയോ വേണോ, എന്നാൽ ഏതൊക്കെ വീഡിയോകളാണ്, പിന്നെ മറ്റോ വല്ല കണ്ടന്റോ, അതൊക്കെ നിങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് പിന്നെ അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടത് ഡൊമൈൻ രജിസ്ട്രേഷൻ. അതൊക്കെ ഞാൻ പറയാം. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസൈൻ പർപ്പസിന്, അതായത് 1 മണിക്കൂർ മാത്രം എൻ്റെ ഒപ്പം കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു വെബ്സൈറ്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ വാപ്പിയുമ്മിയോ അല്ലെങ്കിൽ അച്ഛനമ്മമാരോ നിങ്ങളെ ബ്രദറോ സിസ്റ്ററോ ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ നിന്നുകൊണ്ട് നിങ്ങളെ സ്വയം പർപ്പസിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പർപ്പസിനോ, അത് ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിനാവാം, നിങ്ങളുടെ ബ്രദേഴ്സിനാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റേഴ്സിനാവാം, ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കുക. വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക, ബിസിനസ് നടത്താം. അത് അവരുദ്ദേശിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതിപ്പം വെബ്സൈറ്റിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട് നമുക്ക്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് എന്ന് പറയുന്നത്. ഞാൻ ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം സിമ്പിളായിട്ട്. നമ്മൾ എക്സാമിനേഷൻ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നത് വിചാരിച്ചു. ഗവൺമെന്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തു, നമ്മുടെ ഡിഗ്രിയുടെ റിസൾട്ട്. ആ ഡിഗ്രി എൻ്റെ രജിസ്റ്റർ നമ്പർ 123 എന്ന് വിചാരിക്കുക. ഞാൻ അതെടുത്തു, പിന്നെ എൻ്റെ കൂട്ടുകാരന് വന്നു എൻ്റെ 3, 4, 5, 6 എന്ന് വിചാരിച്ചോളൂ. അപ്പൊ എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഞാൻ കൊടുക്കുമ്പോൾ വന്നിട്ടുള്ള ആ റിസൾട്ട് ആയിരിക്കില്ല എൻ്റെ കൂട്ടുകാരന് രജിസ്റ്റർ നമ്പർ കൊടുക്കുമ്പോൾ വന്നിട്ടുള്ള റിസൾട്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ സബ്മിറ്റ് ബട്ടണോ അല്ലെങ്കിൽ എന്താണ് അവിടെ ബട്ടൺ കൊടുത്തിട്ടുള്ള ആ ബട്ടൺ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ചേഞ്ച് ആയിക്കൊണ്ടേ ഉണ്ടായിരിക്കും വെബ്സൈറ്റ്. അങ്ങനെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുന്നതിനെയാണ് നമ്മൾ ഡൈനാമിക് വെബ്സൈറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ സ്റ്റാറ്റിക്കോ നേരെ ഓപ്പോസിറ്റ് ആണ്. വൺസ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ ആ സസ്പെൻഡിൽ തന്നെ വെക്കുകയാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന വെബ്സൈറ്റ്, ഈ ടൂള് ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഈവൻ സ്റ്റാറ്റിക് വേണോ, ഓക്കെ, യു ക്യാൻ പ്രൊസീഡ്. ഡൈനാമിക് വേണോ, യു ക്യാൻ പ്രൊസീഡ്. എങ്ങനെയുള്ള വെബ്സൈറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ റിക്വയർമെന്റ് നിങ്ങൾക്ക് വേണ്ട കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുക. രണ്ടാമത്തെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൊമൈന് നമുക്ക് രജിസ്റ്റർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു URL നമുക്ക് വേണമല്ലോ, വെബ്സൈറ്റ് അഡ്രസ്സ് വേണം. അതിനാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. ആ ഡൊമൈൻ നമുക്ക് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പല അതിൻ്റെ പ്ലാറ്റ്ഫോമുണ്ട്. നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ഏറ്റവും ജനങ്ങൾ കൂടുതലും ആശ്രയിക്കുന്നത് ഗോഡാഡി എന്ന് പറയുന്നത്, വൺ ഓഫ് ദ മോസ്റ്റ് റെപ്യൂട്ടഡ് കമ്പനി ഇൻ ദ വേൾഡ്. നമുക്ക് എന്ത് ചെയ്യുക, ഗോഡാഡിയിലൂടെ ഡൊമൈൻ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ ഇനി പറയാൻ പോകുന്ന ടൂളിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഈ ഡൊമൈനും കൂടി രജിസ്റ്റർ ചെയ്യുക. പക്ഷെ അതിന് നിങ്ങളെ പ്രിഫർ ചെയ്യുന്നില്ല. കാരണം ഗോഡാഡിയിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്ന ഡൊമൈനും ഇനി ഞാൻ പറയാൻ പോകുന്ന ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങുന്ന ഡൊമൈനും തമ്മിൽ വ്യത്യാസമുണ്ട്. മീൻസ് എമൗണ്ടിൽ വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഗോഡാഡിയിൽ നിന്ന് എന്ത് രജിസ്റ്റർ ചെയ്യുക, ഡൊമൈൻ രജിസ്റ്റർ ചെയ്യുക. ഈവൻ നിങ്ങൾക്ക് വെബ് മെയിൽ വേണമെന്ന് വിചാരിച്ചോളൂ, അതും ഗോഡാഡിയിൽ നിന്ന് എടുക്കുക. വെബ് മെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ എടുക്കുന്ന ഡൊമൈന് പേര് www.sayyedmisbah.com എന്നാണ് എൻ്റെ ഡൊമൈൻ ആണെങ്കിൽ എനിക്കൊരു വെബ്സൈറ്റ്, അതാണ് വെബ്സൈറ്റിൻ്റെ URL, വെബ് അഡ്രസ് എന്ന് പറയുന്നത്. എനിക്കൊരു വെബ് മെയിൽ വേണമെന്ന് വിചാരിക്കുക. വെബ് മെയിൽ എന്ന് പറയാൻ ഡൊമൈൻ മെയിൽ. ഫോർ എക്സാമ്പിൾ info അല്ലെങ്കിൽ സപ്പോർട്ട് അല്ലെങ്കിൽ ടോക്ക് ടു മീ @sayyedmisbah. എൻ്റെ വെബ്സൈറ്റിൻ്റെ ഡൊമൈന് sayyedmisbah.com, ഇമെയിൽ support@sayyedmisbah.com. അങ്ങനെ ഇമെയിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡൊമൈന് ഇമെയിൽ വരികയാണെങ്കിൽ അതിന് ഡൊമൈൻ മെയിൽ എന്ന് പറയും. അത് നമ്മൾ പെയ്ഡ് ആണ്. അത് നമ്മൾ ഗൂഗിൾ സൂട്ട് എടുത്തിട്ട് അതിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ ഗോഡാഡിയിൽ നിന്ന് എടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണല്ലോ. നമുക്കിപ്പോൾ ഒന്നോ രണ്ടോ ഇല്ല, ഒന്നേ വേണ്ടുള്ളൂ, അത് ഗോഡാഡിയിൽ നിന്ന് എടുക്കുക. ഈ ഗൂഗിൾ സൂട്ട് എന്നൊക്കെ പറയുന്നത് വലിയ ഡീപ്പായിട്ട് ബിസിനസ് പർപ്പസിനൊക്കെയാണ്. അത് നമുക്ക് ഒന്നും എടുക്കാം, ഇല്ല എന്നല്ല. അതൊക്കെ നമ്മൾ ബിസിനസ് പർപ്പസിന് വേണ്ടി ഒരു 100-150 എംപ്ലോയിക്കുള്ള ബൾക്കായിട്ട് എടുക്കുന്ന സ്കീമൊക്കെയാണ്. അപ്പോൾ ഈ രണ്ടും നമുക്ക് ഡൊമൈന് ഗോഡാഡിയിൽ നിന്നും സൈറ്റ് നമുക്ക് ഇനി പറയാൻ പോകുന്ന ടൂളും നമുക്ക് എടുക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. കാര്യങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വേണ്ടത്. അതായത് നിങ്ങളുടെ ഡോക്യുമെന്റ്, പിന്നെ അതോടൊപ്പം ഡൊമൈൻ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിലേക്ക് വരാം. അപ്പം ഞാൻ വീണ്ടും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഈ വീഡിയോ അവസാനം വരെ കാണുക. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡൊമൈൻ രജിസ്റ്റർ ചെയ്യുന്നതും ഗോഡാഡിയിൽ ഞാൻ എങ്ങനെ എടുക്കുന്നതും അടുക്കം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഗോഡാഡി അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ട റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഒരു യൂസർ നെയിമും പാസ്വേഡും നമ്മൾ ഉണ്ടാക്കണം. ഗോഡാഡിയിൽ ഈ പറയുന്ന ഡൊമൈൻ എടുക്കണമെങ്കിലും നമ്മൾ ഇനി പറയാൻ പോകുന്ന ടൂൾസിൽ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യണമെങ്കിലും നമുക്ക് ആകെ വേണ്ടത് ഒരു ലോഗിൻ യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാക്കണം. അതിന് വേണ്ടത് ഒരു ഇമെയിൽ. അത് നമ്മുടെ ഫ്രീ മെയിൽ തന്നെ ആയിക്കോട്ടെ, നമ്മുടെ ജിമെയിൽ അക്കൗണ്ടോ അല്ലെങ്കിൽ ഏത് നിന്ന് വെച്ചിട്ടോ. അത് ഇനി ഞാൻ പറയാൻ പോകുന്നത് അത് നിങ്ങൾക്ക് ഏത് ലെവൽ വെബ്സൈറ്റ് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞല്ലോ, പോർട്ട്ഫോളിയോ, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ കരിയറിലേക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. പോർട്ട്ഫോളിയോ ഉണ്ടാക്കുകയാണ്. പോർട്ട്ഫോളിയോ മീൻസ് നിങ്ങളുടെ എക്സ്പേർട്ടും മറ്റുള്ള കാര്യങ്ങളും പബ്ലിക്കിന് പ്രസന്റ് ചെയ്യുകയാണ്, പബ്ലിക്കിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുകയാണ്. നിങ്ങളെ റിസർച്ചും നിങ്ങളെ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തു, നിങ്ങളിപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഡൺ ചെയ്തു, അതിന്റെ സ്ക്രീൻഷോട്ട് മറ്റുള്ളതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കുന്നതാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അത് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ടീച്ചേഴ്സിന്റെ പോർട്ട്ഫോളിയോ, മറ്റുള്ളവരെ കുറിച്ച് മറ്റുള്ളവരുടെ പോർട്ട്ഫോളിയോ. അത് നിങ്ങൾക്ക് തീരുമാനിക്കാതെ എന്തിന്റെ പർപ്പസിന് വേണ്ടിയാണ് വെബ്സൈറ്റ് ഉണ്ടാക്കുന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പൊ ഇനി നമുക്ക് വെബ്സൈറ്റ് ആ ടൂളിലേക്ക്, അതിന് വേണ്ടിയിട്ട് ഞാൻ വിളിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂള് എന്ന് പറയുന്നത് wix.com എന്ന് പറയുന്നത്. വിക്സ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ഒരേ വിദ്യാഭ്യാസം നിങ്ങൾക്ക് വേണ്ട, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. വിക്സ് മാത്രമല്ല കേട്ടാ, പിന്നെ നമുക്ക് വീബ്ലി ഉണ്ട്, അതേപോലെ വേർഡ് പ്രസ് ഉണ്ട്, സൈറ്റ് 123 ഉണ്ട്. അങ്ങനെ ഫ്രീ ആയിട്ട് നെറ്റ് നിങ്ങൾ തപ്പി അറിയാം. അതിൽ ഏറ്റവും സ്റ്റണ്ണിങ് ആയിട്ടും ഏറ്റവും ഈസി ടു യൂസ്, പിന്നെ ഈസി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് വിക്സ്. ഞാൻ വെറുതെ നിങ്ങളോട് പറയുന്നില്ല, 100-101 വട്ടം ഞാൻ ഗ്യാരണ്ടി ആണ്. നല്ല
പ്രൊഫഷണലായിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കുക. ഞാൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തി എന്ന് മാത്രമല്ല, അതിൻ്റെ കീഴിൽ, അതായത് ഞാൻ നമ്മുടെ ക്ലയൻസ്, അതായത് എൻ്റെ ക്ലയൻസിന് വേണ്ടിയിട്ട് ഏകദേശം 15ഓളം വെബ്സൈറ്റ് അതിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളോട് പറയാണ്, മറ്റേ ഗൂഗിൾ CEO ഒപ്റ്റിമൈസേഷൻ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള നല്ല എക്സലന്റ് ടൂളുണ്ട്. ഇനി നിങ്ങൾക്കൊരു സംശയം ഇതുണ്ടാവാം, ഇത് ഫ്രീ ആണോ എന്ന്. തീർച്ചയായിട്ടും ഫ്രീ ആണ്. അപ്പൊ സാറ്, അപ്പൊ നിങ്ങൾക്ക് ചോദിക്കുക, അപ്പൊ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഡൊമൈന് വേണം മറ്റേത് നിങ്ങളൊക്കെ പറഞ്ഞത്? ഡൊമൈന് വേണമെന്ന് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇതിൽ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇതിനെന്തെങ്കിലും പറയാം പബ്ലിഷ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫ്രീ എന്ന് പറയുമ്പോൾ അതിന് ലിമിറ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി, നിങ്ങൾ അതിനെ പബ്ലിഷ് ചെയ്തു പബ്ലിക്കിന്റെ മുമ്പിൽ. അന്നേരം അവിടെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ URL അഡ്രസ്സ് www.yourname/ പിന്നെ wix.com. അന്നേരം തന്നെ ഇത് നോക്കുന്ന ആൾക്ക് മനസ്സിലാവും, ഇത് വിക്സ് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തെടുത്തതെന്നുള്ളത്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. സാധാരണ ബിസിനസ് പർപ്പസിന് നമ്മൾ അങ്ങനെ ഉപയോഗിക്കില്ലല്ലോ, നമ്മുടെ ഡൊമൈന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒഴിവാക്കാൻ പറ്റും. വിക്സിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാൻ എടുക്കുക. അത് ബേസിക് ഉണ്ട്, VIP ഉണ്ട്, കോംബോ ഉണ്ട്, പ്രീമിയം, അങ്ങനെ പലതരത്തിലുള്ള പ്ലാൻ ഉണ്ട്. നമുക്ക് അതിലൊക്കെ ഡീപ്പായിട്ട് പോവാം. അപ്പൊ ഏതെങ്കിലും ഒരു പ്ലാൻ എടുക്കുക. അപ്പൊ മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് സ്വയം ഉണ്ടാക്കാനോ മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാനോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആകെ ഒരു എമൗണ്ട് ഡൊമൈന് പ്ലസ് വിക്സിന്റെ ചാർജും കൂടി, ഡിസൈൻ ചാർജും കൂടിയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ അപ്രോക്സിമേറ്റ് 1500. ഇനി കൂടിപ്പോയി കഴിഞ്ഞാൽ 2000, 5000 or 1500 or 2000 അപ്രോക്സിമേറ്റ്. മാക്സിമം പോയി കഴിഞ്ഞാൽ 2000. അതിൻ്റെ ഉള്ളിൽ ഏറ്റവും നല്ല വെബ്സൈറ്റ്, ഒരു വർഷത്തോളം നിങ്ങൾക്ക് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, പുതുക്കണം. അത് ഡൊമൈൻ ആണെങ്കിലും മറ്റാണെങ്കിലും ഇതേ എമൗണ്ട് തന്നെ വരുള്ളൂ വീണ്ടും, അല്ലാണ്ട് അതിന് കൂട്ടോ കുറക്കൊന്നുമില്ല. അപ്പം നമ്മൾ വിക്സിലാണ് ചെയ്യാൻ പോകുന്നത്. സപ്പോസ് ഞാൻ പറഞ്ഞല്ലേ, ബീബ്ലി ഉണ്ട്, അതേപോലെ സൈറ്റ് 123 ഉണ്ട്, പിന്നെ വേർഡ് പ്രസ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്, നിങ്ങൾ നെറ്റിൽ തപ്പിയാറ്. അപ്പൊ അതിൽ നിന്ന് ഏറ്റവും നല്ലതാണ് ഞാൻ നിങ്ങളോട് ഇത് ചെയ്യുന്നത് വിക്സ്. അപ്പൊ സ്വാഭാവികമായിട്ടും വിക്സ് എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ ഓൾറെഡി കുറെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു ടൂളാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നിപ്പോണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആഡ്, എനിക്കൊന്നുമില്ല, എൻ്റെ ഒരു ആഡോ, ഞാൻ ആരുമല്ല അവരുടെ മുമ്പിൽ. നിങ്ങൾക്ക് അറിയാം, ഇന്നലെ ചാനൽ തുടങ്ങിയവരാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടല്ല, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു പ്ലാറ്റ്ഫോം വിക്സ് എന്ന് പറയുന്ന ഫ്രീ ബിൽഡർ നമുക്ക് തരുന്നുള്ള അത് എല്ലാ ടൂൾസും, അത് ഈവൻ നമ്മുടെ ഫോമും മറ്റുള്ള ഫാക്ടറി, നമുക്ക് ബ്ലോഗും പിന്നെ ന്യൂസും എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് ചെയ്യും. അത് കൂടാതെ മൊബൈൽ ആപ്പ് നമുക്ക് എന്ത് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ യാത്രയിലാണ്, നമ്മൾ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കി, ആരെങ്കിലും നമ്മൾ ഓൺലൈൻ ചാറ്റിംഗ് ഉണ്ടാകുന്ന വെച്ചിട്ട് നമ്മൾ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോയി എന്ന് വിചാരിച്ചോളൂ. ആരോ നിങ്ങളെ ബിസിനസ്സിലേക്ക്, നിങ്ങളിപ്പം അതിൽ കൊമേഴ്സ് ബിസിനസ്സാണ്, ഒരു സാധനം വേണമെന്നുള്ള റിക്വസ്റ്റ് വന്നു, നിങ്ങൾക്ക് നിങ്ങളെ വെബ്സൈറ്റ് വേണം, നിങ്ങൾ മൊബൈലിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അവർ മൊബൈൽ ആപ്പും കൊടുക്കുന്നുണ്ട്, നല്ല സ്റ്റാൻഡിങ് ആയിട്ടുള്ള ആപ്പുമാണ് അത്. പിന്നെ അതേപോലെ തന്നെ ഇത് എന്ന് പറയുന്ന റെസ്പോൺസീവ് വെബ്സൈറ്റ് പ്ലാറ്റ്ഫോമാണ്. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ റെസ്പോൺസീവ് വെബ്സൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നത് ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ വെച്ചിട്ടായിരിക്കും. അതിൻ്റെ സ്ക്രീനിന് ഓരോ സൈസ് ഉണ്ട്, 17 ഇഞ്ച് 18 ഇഞ്ച് അങ്ങനെ ഓരോ സൈസ് ഉണ്ട്. അപ്പോൾ വൺസ് നിങ്ങൾ ഇതിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ മൊബൈലിലേക്ക് പ്രത്യേക ഡിസൈൻ ചെയ്യേണ്ട, ഓട്ടോമാറ്റിക് അത് കൺവേർട്ട് ചെയ്ത് മൊബൈലിലേക്ക് വന്നോളൂ. അതിനെയാണ് റെസ്പോൺസീവ് എന്ന് പറയുന്നത്, റെസ്പോൺസീവ് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒന്നും കൂടി പറയാണ്, നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഇപ്പോൾ തന്നേ ഉള്ളൂ. ഇത് തന്നെ ഏകദേശം 13 മിനിറ്റ് വരെ പോയി. അപ്പം ഏകദേശം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു 30-35 മിനിറ്റ് പോവുള്ളൂ, 35 മിനിറ്റ് വരെ പോയേക്കാം. അപ്പം നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണമെന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ നിങ്ങൾക്ക് നല്ല എന്ത് സംശയമോ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബൈ മെയിലോ അല്ലെങ്കിൽ പോസ്റ്റായിട്ടോ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങളൊരു ബിസിനസ് ആവശ്യമായിട്ടുള്ള വെബ്സൈറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വയം പർപ്പസിന് വേണ്ടിയിട്ടോ ഇനി ഏത് ലെവല് നിങ്ങൾക്ക് നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഡൈനാമിക്കോ അല്ലെങ്കിൽ സ്റ്റാറ്റിക്കോ എന്ത് വേണമെങ്കിലും അവരെന്താണോ ആവശ്യപ്പെടുന്നത് ആ രീതിയിലുള്ള വെബ്സൈറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ബേസിക് നോളജ് ഉണ്ടായാൽ മതി. വേറെ നിങ്ങൾക്ക് ഒരു
എന്താ പറയുക, വേറെ ഒരു ഇതും വേണ്ട. അപ്പം നമുക്ക് ഇനി എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് റണ്ണിങ് വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്, നമുക്ക് നല്ല ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണം. നമുക്ക് അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ബ്രൗസറിൽ വരെ, ഞാൻ ഗൂഗിൾ ക്രോമാണ്, എന്നിട്ട് അഡ്രസ് ബാറിൽ wix.com എന്നൊക്കെ wix.com wix.com ഇതുപോലുള്ള ഒരു വിൻഡോ നിങ്ങളുടെ മുമ്പിൽ വന്നു. നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, ഓൾറെഡി അക്കൗണ്ട്സ് ഉള്ളവരാണെങ്കിൽ സൈൻ ഇൻ, അല്ലാത്തവരാണെങ്കിൽ ഗെറ്റ് സ്റ്റാർട്ട് ഞാൻ വെച്ചു. ഇനിയിപ്പോൾ ഇങ്ങനെ വന്നു. ഇനി ഇവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഓൾറെഡി ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഇതുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഇങ്ങോട്ട് നമുക്ക് ഈ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, പുതിയ ഒന്നാണെങ്കിൽ സൈനപ്പ്, ഇത് കണ്ടുവിടെ സൈനപ്പ് ക്ലിക്ക് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ഇമെയിലും പാസ്വേഡും അടിക്കുക. നിങ്ങളുടെ ഓൾറെഡി ഉള്ള ഇമെയിലും പാസ്വേഡും അടിക്കുക. തീർച്ചയായിട്ടും പാസ്വേഡ് അടിക്കുമ്പോൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്, ആൽഫ ന്യൂമറിക് സ്പെഷ്യൽ ക്യാരക്ടർ കോമ്പിനേഷൻ. എനിക്ക് ഉള്ളത് കൊണ്ട് ഞാനിവിടെ ലോഗിൻ അടിക്കുകയാണ്. പക്ഷേ എൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഞാൻ അടിക്കുകയാണ്. എൻ്റെ ഡൊമൈൻ മെയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എൻ്റെ യൂസർ നെയിം പാസ്വേഡ് ഞാൻ അടിച്ചു. ഇവിടെ നിങ്ങൾ കണ്ടോ ഒരു റിമെമ്പർ മീ എന്നുള്ള ഒരു ചെക്ക് ബോക്സ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഇതിന് മാത്രമല്ല, നിങ്ങൾ എന്ത് കാര്യങ്ങളും ശ്രദ്ധിച്ച് കാണും. ചിലപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ്. നമ്മൾ എപ്പോഴും റിമെമ്പർ മീ എന്ന് പറയുന്ന ആ ചെക്ക് ബോക്സിൽ ഇടാണ്ട് നിൽക്കലാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. SBI എന്നൊരു 50,000 രൂപ നിങ്ങളുടെ കൂട്ടുകാരന് നിങ്ങളുടെ അക്കൗണ്ട്സിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണ് നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിന്ന്. അന്നേരം നിങ്ങൾ റിമെമ്പർ മീ എന്നാക്കി വെച്ചു. അങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് 2-3 മണിക്കൂറോ വന്നു കഴിഞ്ഞിട്ട് വേറൊരാൾ നിങ്ങളുടെ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള അക്കൗണ്ട്സ്, അതായത് SBIയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടോ മറ്റുള്ള കാര്യത്തിലേക്കൊക്കെ അദ്ദേഹത്തിന് നിങ്ങളുടെ സമ്മതമില്ലാണ്ട് നിങ്ങളുടെ പേജിലേക്ക് ഓട്ടോമാറ്റിക് അത് വരും. പ്രത്യേകമായിട്ട് നമ്മുടെ ഇന്ന് ഡിജിറ്റലിൻ്റെ ടെക്നോളജിയിൽ നമ്മുടെ എമൗണ്ട് മറ്റുള്ളവർക്ക് നെറ്റ് ബാങ്കിങ് മറ്റൊക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ റിമെമ്പർ മീ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും കുക്കീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. കുക്കി എന്ന് പറയുന്നത് അതെല്ലാ ബ്രൗസറിലുള്ള ഒരു പീസ് ഓഫ് സ്മോൾ പ്രോഗ്രാമാണ്. അവിടെ നിങ്ങളുടെ ഈ യൂസർ നെയിം പാസ്വേഡൊക്കെ വന്നിട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ മൊബൈലിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മൊബൈലിലോ ലാപ്ടോപ്പിലോ ഡെസ്കോ എന്തിൽ ചെയ്യുകയാണെങ്കിലും റിമെമ്പർ മീ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഇതിൻ്റെ ബെനിഫിറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ലാപ്പ് മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബെനിഫിറ്റാണ്. മീൻസ് വൺസ് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇമെയിൽ പാസ്വേഡ് അടിച്ചുകൊണ്ട് നിൽക്കേണ്ട. അതിനാണ് ഈ ഒരു കോൺസെപ്റ്റ്. ഞാനിപ്പോൾ അത് എടുക്കുകയാണ് അവിടുന്ന് ലോഗിൻ. നമുക്കിപ്പോൾ ഒരു വിക്സിൻ്റെ വിൻഡോ എന്ത് ചെയ്യണം, നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമാകും. ഇതിലാണ് ഞാൻ എൻ്റെ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്, പിന്നെ എൻ്റെ പോർട്ട്ഫോളിയോ, പിന്നെ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കുള്ള ഒരു 10-15 ക്ലയൻസിന് വേണ്ടിയിട്ട്. അതിൽ ഞാനൊരു 2-3 ഞാൻ കാണിച്ചു തരും ഒരു എക്സാമ്പിളായിട്ട്. ഇങ്ങനെയാണ് നമ്മുടെ വിൻഡോ ഫസ്റ്റ് ടൈമിൽ ഇങ്ങനെ ഉണ്ടാവും. കണ്ടില്ലേ, ഇതാണ് ഞാൻ ഓൾറെഡി, അത് നിങ്ങൾക്ക് പിന്നീട് ഞാൻ കാണിച്ചു തരാം. എൻ്റെ വെബ്സൈറ്റാണ് ഇത്, പ്രീമിയം ആണ്, എമൗണ്ട് കൊടുത്തിട്ടുള്ളതാണ്. ആ എമൗണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യലെന്നൊക്കെ. ഇങ്ങനെ വന്ന് നമ്മുടെ മുമ്പിൽ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, സ്ക്രീനിൽ നോക്കുക നിങ്ങൾ, ഇനി നമ്മൾ ചെയ്യേണ്ടത് മൈ സൈറ്റ്, ഇവിടെ ക്ലിക്ക് കൊടുക്കുക. മൈ സൈറ്റ്. പിന്നെ നമുക്ക് കാണുന്നത് ഇതുപോലുള്ള ഒരു വിൻഡോ ആണ്. ഈ വിൻഡോന്ന് നമ്മൾ ക്രിയേറ്റ് എ ന്യൂ സൈറ്റ്, ഇവിടെ ക്ലിക്ക് കൊടുക്കുക. ക്രിയേറ്റ് എ ന്യൂ സൈറ്റ്. അതിനുശേഷം നമുക്ക് കുറേ ടെംപ്ലേറ്റ്സ് ആണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. കുറേ ടെംപ്ലേറ്റ് നമ്മളെടുത്ത് ഇവരെ വിക്സിൻ്റെ അടുത്തുണ്ട്. ഈ ടെംപ്ലേറ്റ്സ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അതല്ല പുതുതായിട്ട് തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഞാനിപ്പം ബിസിനസ് എന്ന് പറയുന്ന ഇതിന് വേണ്ടിയിട്ട് ടെംപ്ലേറ്റാണ് സെലക്ട് ചെയ്യുന്നത്. ബിസിനസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് എടുക്കുക. ഇതിൽ കുറേ ഉണ്ട്, കണ്ടില്ലേ, നിങ്ങൾ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ബിസിനസ്, ഡിസൈന്, ബ്ലോഗ്, ഓൺലൈൻ സ്റ്റോർ, റെസ്റ്റോറൻറ്റ്, ബ്യൂട്ടി, ഫോട്ടോഗ്രാഫ്, ഫിറ്റ്നസ്, പോർട്ട്ഫോളിയോ എക്സെട്ര. ഞാനിവിടെ ബിസിനസ് എടുത്തു. പക്ഷേ ഇതുപോലുള്ള ഒന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ലെറ്റ് വിക്സ് ADI വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണോ എഡിറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യണോ എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും നല്ലത് എഡിറ്റർ വെച്ചിട്ട്. ഈ ഓപ്ഷൻ ചൂസ് എ ടെംപ്ലേറ്റ്. ഞാൻ ഇവിടെ ടെംപ്ലേറ്റ് എടുക്കും. ഞാൻ ബിസിനസ്സാണ് അവിടുന്ന് സെലക്ട് ചെയ്തത്. ബിസിനസ്സിൻ്റെ
കണ്ടമാന ടെംപ്ലേറ്റ്സ് ഇവിടെ ഇങ്ങനെ നമുക്ക് ഓരോന്ന് എടുക്കാൻ പറ്റും. അതല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുന്ന് മാറ്റാം. ബിസിനസ്സിൽ തന്നെ പലതരത്തിലുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഹെൽത്ത്, ബ്യൂട്ടി, ഫാഷൻ, ട്രാവൽ ആൻഡ് ടൂറിസം, പ്രൊഫഷണൽ, ബ്ലോഗ്, കമ്മ്യൂണിറ്റി, സ്കൂള്, അങ്ങനെ എന്താണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്താണ് വേണ്ടത്. ഞാനിപ്പോൾ നോൺ പ്രോഫിറ്റ് എടുക്കുകയാണ്, ടെംപ്ലേറ്റ് ഒന്ന് മാറ്റി പിടിക്കുകയാണ്. കണ്ടില്ലേ, നമുക്കിങ്ങനെ ഇത് വന്നു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. കുറേ ഇതൊക്കെ ടെംപ്ലേറ്റാണ്. ഞാനിപ്പം ആനിമൽ ഷെൽട്ടർ, ഈ ഒരു ടെംപ്ലേറ്റാണ് ഞാനിവിടെ. ഇന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങനെ ചെയ്യാം. 1, 2 നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ കുറേ ഉണ്ട് ടെംപ്ലേറ്റ്. ഇത് രണ്ടാമത്തെ. അപ്പോൾ ഞാൻ നേരത്തെ ആനിമൽ ഇതിനെ എടുക്കുകയാണ്. ആനിമലിൻ്റെ ഇത് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഈ വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഏതാണോ ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ടെംപ്ലേറ്റ് നിങ്ങൾ കൊണ്ടുപോവുക. ശേഷം വ്യൂ അടിച്ചു കൊടുക്കുക. മൗസ് കൊണ്ടുപോകുമ്പോൾ എഡിറ്റ് വ്യൂ എന്നുണ്ട്. ആദ്യം വ്യൂ നോക്കുക. നിങ്ങളുടെ വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാവും നമുക്ക് ആദ്യം തന്നെ ഇത് കാണിച്ചു തരും. നോക്കുക നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആനിമൽ ഷെൽട്ടർ എന്ന് പറയുന്ന നോൺ പ്രോഫിറ്റ് വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അത്യാവശ്യം മറ്റേ ഫോട്ടോഷോപ്പിൻ്റെയും കൂടി വിവരം പരിജ്ഞാനം ഉണ്ടെങ്കിലും ഒന്നും പറയണ്ട, എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രത്തോളം സ്റ്റണ്ണിങ് ആയിട്ട് ഡൈനാമിക് വെബ്സൈറ്റ് നമുക്ക് ഉണ്ടാക്കാം. ഇതാണ് നമ്മുടെ ഇതിൻ്റെ. നമുക്ക് ഓരോന്ന് നോക്കാം. അഡോപ്ഷൻ, ഇത് ഓരോ പേജാണ്. ഇതിൽ ഡാറ്റ ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഉണ്ടല്ല. പിന്നെ ഡൊണേറ്റ്, വളണ്ടിയർ, കോണ്ടാക്ട്, കണ്ടല്ലേ. വിത്ത് മാപ്പ് എടുക്കാം. ഇതാണ് ഹോം സ്ക്രീൻ. പിന്നെ നമുക്ക് മെസ്സേജ് ചാറ്റിംഗ് ഉണ്ട്. ലൈവായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞുള്ളൂ, നമുക്ക് ലൈവായിട്ട് മൊബൈലിൽ തന്നെ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചാറ്റ് ചെയ്യുക. അതിനുള്ള ഇത് പുറത്തുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് നമ്മുടെ മെയിലിലേക്ക് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വിക്സ് എന്ന് പറയുന്നത് റെസ്പോൺസീവ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞു. റെസ്പോൺസീവ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ വെബ്സൈറ്റ് എങ്ങനെയാണ് നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടാവുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഈ ഡെസ്ക് ടോപ്പിൽ നേരെ തൊട്ട് മൊബൈലുണ്ട്. റെസ്പോൺസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വൺസ് ഇത് ലാപ്ടോപ്പിലോ ഡെസ്ക് ടോപ്പിലോ എന്തിന് ചെയ്ത് കഴിഞ്ഞാലും മൊബൈലിലേക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ ഡിസൈൻ ചെയ്തെടുക്കേണ്ട, ഓട്ടോമാറ്റിക് അതിൽ പോയിക്കോളും. അങ്ങനെ പോകുന്നതിന് പറയുന്ന പേരാണ് റെസ്പോൺസീവ് വെബ്സൈറ്റ്. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടാവുന്നത്. നമുക്ക് നിങ്ങൾ വളണ്ടിയർ, മറ്റുള്ള കാര്യങ്ങളും ഇതിലെല്ലാം ചാറ്റിങ്ങും ഉണ്ട് കേട്ടോ. ലൈവായിട്ടുള്ള ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ മൊബൈലിൽ. പിന്നെ അതേപോലെ നമുക്ക് മെനൂസ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാൻ ഇപ്പോൾ കോൺടാക്ട് എടുക്കും, ഡയറക്റ്റ് എന്ത് ചെയ്യുക. അതാണ് മെനു, മൊബൈലിൻ്റെ മെനു. കണ്ടില്ലേ, കോൺടാക്ട് വന്നു. പിന്നെ നമുക്ക് ഡെസ്ക് ടോപ്പിലേക്ക് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരാം. ഓക്കെ, നമുക്ക് ഈ ടെംപ്ലേറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ടെംപ്ലേറ്റിനെ എഡിറ്റ് ചെയ്യാം. നമ്മളതായിട്ടുള്ള രീതിയിൽ കുറേ മാറ്റങ്ങളും ഇതെല്ലാം ആക്കിയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യും. അതിന് ചെയ്യേണ്ടത് എഡിറ്റ് ഈ സൈറ്റ് ക്ലിക്ക് കൊടുക്കുക. എഡിറ്റ് സൈറ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ പേജ് ലോഡാവും. അപ്പോൾ നോക്കുക, ആദ്യം തുറന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാവും. മൈ സൈറ്റ് ക്ലിക്ക് കൊടുക്കുക. അപ്പം ഇങ്ങനെയുള്ളൊരു വിൻഡോ വരും. ഇവിടെ ക്രിയേറ്റ് ന്യൂ സൈറ്റ് കൊടുക്കുക. ശേഷം നമ്മളെ ടെംപ്ലേറ്റും കാര്യങ്ങളൊക്കെ ഏതാ ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് അതിൻ്റെ വ്യൂ നോക്കുക, എങ്ങനെയായിരിക്കും ലുക്ക് ലൈക്ക് എന്നുള്ളത് അത് നോക്കുക. അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എഡിറ്റ് ചെയ്യുക. നെറ്റിന് ഇത്തിരി സ്ലോ ഉണ്ട്, അതാണുള്ളത്. ഇപ്പം നമ്മളെ എഡിറ്റിംഗ് പർപ്പസിന് വേണ്ടി ലോഡായി. ഇതാണ് നമ്മുടെ സൈറ്റ്, ഇത് ലോഡായി. ഇനി നമുക്ക് ആദ്യം ഇത് ലോഗോ ആണ്. ഇത് ലോഗോ. ഈ ലോഗോ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ചേഞ്ച് ഇമേജ്, ഇതൊരു ഇമേജാണ്, ചേഞ്ച് ഇമേജ് കൊടുക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് ഡിലീറ്റ് ആക്കാം. ലോഗോ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് സെലക്ട് ചെയ്യുക, കീബോർഡിൽ ഡിലീറ്റ് ചെയ്യാൻ അങ്ങോട്ട് അടിക്കുക, അതങ്ങ് പോയി കിട്ടും. ഇനി വേണമെങ്കിൽ കൺട്രോൾ തെറ്റി കീബോർഡിൽ, നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ ഷോർട്ട് കട്ട് തന്നെയാണ്, അതങ്ങോട്ട് അടിക്കുക. ഇനി മാറ്റണം എന്ന് വിചാരിച്ചോളി,
അവിടെ നമ്മളെ ലോഗോ ഉണ്ട്. അപ്പോൾ അതിന് സെലക്ട് ചെയ്യുക, ചേഞ്ച് ഇമേജ് കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ എവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വെബ്സൈറ്റിന് വേണ്ട കണ്ടന്റ് ഒക്കെ ആദ്യം റെഡിയാക്കിയിട്ട് നിങ്ങൾ വെക്കണം. കണ്ടന്റ്, ഓഡിയോ, ടെക്സ്റ്റ്, എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നുള്ളത്. ഞാനിപ്പോൾ ഒരു ഇമേജ് ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. ഞാൻ അപ്ലോഡ് പുതിയൊരു ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ഇമേജ് കൊടുക്കുക ഫ്രം കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് കൊടുത്തു കഴിഞ്ഞാലും മതിയാവും. ഫ്രം കമ്പ്യൂട്ടർ ഏതാണോ ഇമേജ് ആ ഇമേജ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ സെലക്ട് ചെയ്യുക, വേണ്ട ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഉദാഹരണമായിട്ട് ഞാനിപ്പം എൻ്റെ ഫോട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാണ്, സെലക്ട് ചെയ്യാം. ഫോട്ടോ ലോഡാവും. ഇതാണ് നമ്മുടെ സി പാനൽ എന്ന് പറയാം, നമ്മൾ കൺട്രോൾ പാനൽ എന്നും പറയും. വെബ്സൈറ്റിൽ നമ്മൾ ഈ വേർഡ് പ്രസ് ഒഴിവാക്കിയിട്ട് സി പാനലും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അതാണ് ഇത് സംഭവം. ഇത് നിങ്ങൾക്ക് ഇതിനെ വേണമെങ്കിൽ എഡിറ്റും കാര്യങ്ങളൊക്കെ നടത്താം. എഡിറ്ററൊക്കെ ഉണ്ട്, ക്രോപ്പ് ആൻഡ് എഡിറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സെലക്ട് ചെയ്യുക, ഏതാ ഇമേജ് വേണ്ട ആ ഇമേജ് വേണ്ടി സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഇമേജ് സെലക്ട് ചെയ്തു, ചൂസ് ഇമേജ് കൊടുക്കാം. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യാം. ഇനി വലുത് വേണോ വലുതാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് വലിച്ചാൽ മതി. നിങ്ങൾ വലിക്കുമ്പോൾ കൃത്യം അതിൻ്റെ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് ആൾട്ട് പ്രസ് ചെയ്യുക. ഒന്നിച്ചിട്ട് ഷിഫ്റ്റ് ആൾട്ട് പിന്നെ മൗസ് കൊണ്ട് ഡ്രാഗ് ചെയ്യുക. ഞാൻ പേര് കുറച്ച് ഇങ്ങോട്ടാക്കാണ് ഇതിൻ്റെ, ഒന്നുമില്ല, സെലക്ട് ചെയ്യുക, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ഇവിടെ ഞാൻ വെച്ച് വിചാരിച്ചു. നമ്മളിപ്പോൾ ഇത് മറ്റതിൻ്റെയാണ്, അതായത് പേജിൻ്റെ മെനൂസിൻ്റെ, അത് ഞാൻ കുറച്ച് ചെറുതാക്കാണ്. ഇത് ഞാനിവിടെ ഇങ്ങനെ വെക്കാം. ഇനി ഇതേ ഇമേജ് ഇതിൻ്റെ സെറ്റിങ്സിൽ ഇതിൽ കുറേ ഉണ്ട് ഇമേജ് സെറ്റിങ്സ്. നിങ്ങളിവിടെ അത് മൗസ് ക്ലിക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് ഇവിടെ ഡിസ്പ്ലേ ആവും. ഡിസൈൻ, ക്രോപ്പ്, ഫിൽട്ടർ, ആനിമേഷൻ, ലിങ്ക്, അങ്ങനെ കാര്യങ്ങളൊക്കെ. ഞാൻ സെറ്റിങ്സ് കാണിച്ചു തരാം. സെറ്റിങ്സിലെടുക്കാം. ഇതാണ് ഇമേജ്. ഇനി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും മാറ്റാം. ഇനി ഗൂഗിളിൽ ഈ ഇമേജ് എങ്ങനെ നിൽക്കണം എന്നുള്ളതുണ്ട് ഇവിടെ. നിങ്ങൾ ഇത് ഗൂഗിളിൽ പോകല്ലോ നമ്മൾ ഓപ്റ്റിമൈസേഷൻ ചെയ്യുമ്പോൾ, അപ്പോൾ ആ ഇമേജിന് വല്ല പേരും കൊടുക്കണം, അത് ഇവിടെ കൊടുക്കുക. ഇനി അതല്ല, ഈ ഇമേജിലേക്ക് ക്ലിക്ക് കൊടുക്കുമ്പോൾ വേറെ ഏതെങ്കിലും പേജ് ഓൺ ആവണമെന്നുണ്ടെങ്കിൽ അത് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ വെബ് പേജോ ഡൊമൈനോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ ഇമെയിൽ എന്തെങ്കിലും ആണെങ്കിൽ അത് അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതല്ല, വേറെ ഏതെങ്കിലും പേജാണ് ഓൺ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചോളാം, അത് നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പേജാണ്, വളണ്ടിയർ, ഡൊണേറ്റ്, കോൺടാക്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഈ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ, ഉദാഹരണമാണ് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടുന്ന് ഇത് ഹോമിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ഇതിനെ കോൺടാക്റ്റിലേക്ക് ലിങ്ക് കൊടുക്കുന്നു. എന്നിട്ട് ഡൺ അടിച്ചു. പിന്നെ ലിങ്ക് ഓപ്പൺ ആവണമെന്ന് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ലിങ്ക് ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നത്തിങ് ഹാപ്പനിങ് കൊടുത്താൽ മതി. ഇപ്പോൾ ലിങ്ക് വേണം നമുക്ക്, അതായത് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം കോൺടാക്റ്റിലേക്ക്. ഇനി ഇത് പേജ് എന്തും വേണ്ട എനിക്ക് അവിടെ, ഇത് കാണണ്ട. ഇനിയിപ്പോൾ ടൂൾ ടിപ്സ് കൊണ്ട് ഉദ്ദേശിക്കണേ, നമ്മൾ ഈ മൗസ് കഴ്സർ കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണില്ല. ഇതാ ഇപ്പോൾ ഇത് കാണിച്ചു തരും, ആനിമൽ ഷെൽട്ടർ വെബ്സൈറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ തൊട്ട് താഴെയായിട്ട് കാണുന്നില്ല നമ്മൾ മൗസ് കൊണ്ടുപോകുമ്പോൾ, അങ്ങനെയുള്ള ടെക്സ്റ്റിനെ പറയുന്നതാണ് ടൂൾ ടിപ്സ് എന്ന് പറയുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അത് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഞാനിപ്പോൾ പറയാണ് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കും. ഇനിയിപ്പോൾ ഇമേജിന് നമ്മൾ ചെറുതോ വലുതോ കീപ്പ് ഓട്ടോ ഫില്ലൊക്കെ നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്തെന്ന് കൊടുക്കും. ജസ്റ്റ് അങ്ങനെ ചേഞ്ച് ചെയ്ത് ഞാൻ ഇവിടെ വിളിക്കും. ഇനി ഞാൻ ഒരു മാറ്റങ്ങൾ മാറ്റി. ഇനി ഇതിൻ്റെ നമ്മൾ വർക്ക് ചെയ്യുന്നു ഇല്ലെന്ന് നോക്കണ്ടേ, അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിവ്യൂ അടിക്കുക. എന്ത് മാറ്റം നടത്തി കഴിഞ്ഞാലും പ്രിവ്യൂ അടിക്കുക, നോക്കാൻ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. പ്രിവ്യൂ അടിച്ചു. ഒന്ന് ഞാനിവിടെ ടൂൾ ടിപ്സ് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കഴ്സർ കൊണ്ടുപോകുമ്പോൾ പേര് വരുന്നത് നോക്കാം. ഇറ്റ് ഈസ് ചെയ്ത് കണ്ടില്ലേ, ഇറ്റ് ഈസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ടൂൾ ടിപ്സ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി ക്ലിക്ക് ചെയ്യുമ്പോൾ കോൺടാക്റ്റിലേക്ക് വരുന്നുണ്ടോ നോക്കണം. അവിടെ മാറ്റി വരുന്നു ഞാൻ നേരത്തെ, കണ്ടില്ലേ, ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങളിതൊന്നും ഇങ്ങനെ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഞാൻ കാണിച്ചു തരാം. ഇനി സപ്പോസ് എനിക്ക് ഹോമിലേക്കാണ് ഞാൻ വരുന്നത്. ഒന്ന് രണ്ട് തരത്തിൽ വരിക. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിവ്യൂ അടിച്ചിട്ട് ഹോമിലേക്ക് വരിക, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എനിക്ക് ഹോമിലേക്ക് വരണം. ഇതാണ് മെനു.
ഈ മെനു അതായത് ഓരോ പേജാണിത്. ഈ പേജ് ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, മൗസിനെ കൊണ്ടുപോയിട്ട് ഈ പേജ് സെലക്ട് ചെയ്യുക, മാനേജ് മെനു. ഇതിൽ നിന്ന് നിങ്ങൾ ഹോമിലേക്ക് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഹോം വരും ഡയറക്റ്റ്. കണ്ടില്ല? ഇനിയിപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഹോമിൻ്റെ ഒരു പേജ് ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചു, ഹോം അഡോപ്ഷൻ വളണ്ടിയർ കോൺടാക്ട്. ഇനി ഞാനൊരു പേജ് ആഡ് ചെയ്യുന്നുണ്ട്, ന്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ആഡ് ചെയ്യുന്നു വിചാരിച്ചു. ആഡ് എ പേജ്, അതായത് പുതിയൊരു പേജ് നമുക്ക് വേണം. ആഡ് എ പേജ് കൊടുക്കുക. ആ പേജ് വന്നു, ഇപ്പോൾ ന്യൂ പേജ് വന്നു. ഇവിടെ ഈ പേജിന് നമുക്കൊരു പേര് ഇപ്പം ഇങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ പേര് മാറ്റണം. അങ്ങനെ പേര് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കേസർ കൊണ്ടുവരിക, എന്നിട്ട് റീനെയിം കൊടുക്കുക. ഇവിടെ ഞാൻ കൊടുക്കുകയാണ് ഇപ്പം ന്യൂസ്. ഇത് കൊടുത്തു, ഡൺ കൊടുത്തു. എന്നിട്ട് ഞാൻ പറയുന്നത് എനിക്ക് ന്യൂസ് വേണ്ടത് ജസ്റ്റ് കോണ്ടാക്റ്റിന് ബിഫോർ ആയിട്ടാണെന്ന് പറയുന്നത്. കോണ്ടാക്റ്റിന് ബിഫോർ. അപ്പം ഈ കഴ്സർ കണ്ടില്ല മൗസിൻ്റെ ഈ ഒരു ആകൃതിയിലേക്ക് മാറുന്നത്. ഇങ്ങനെയല്ല, ഇങ്ങനെ വരുമ്പോൾ സെലക്ട് ആയിട്ടുള്ള ഇത് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ. ഇനി ഇങ്ങനെ വലിക്കുക, എന്നിട്ട് ഇവിടെ വെക്കുക. ഇപ്പോൾ ഇത് വളണ്ടിയറിൻ്റെ ഉള്ളിലേക്കാണ് വന്നത്. ഇപ്പം വളണ്ടിയറിൻ്റെ ഉള്ളിലായിരിക്കും ഉള്ളത്. അപ്പം നമുക്ക് നോക്കാം വളണ്ടിയറിൻ്റെ ഉള്ളിൽ. പക്ഷെ നമുക്ക് വളണ്ടിയറിൻ്റെ പുറത്താണ് വേണ്ടത്. വളണ്ടിയറിൻ്റെ ഉള്ളിലാണോ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. കണ്ടില്ലേ, ന്യൂസ് വളണ്ടിയറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്ക് വളണ്ടിയറിൻ്റെ പുറത്താണ് വേണ്ടത്, അതായത് ഇവിടെയാണ് വേണ്ടത് നമുക്ക്. അത് നമ്മൾ എന്ത് ചെയ്യുക, മെനു നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് ന്യൂസ്, ഇതിനെ ഇവിടെ ക്ലിക്ക് കൊടുക്കുക. ഇപ്പം മെയിൻ പേജിലേക്ക് പുറത്ത് വന്നു. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് കാണാം, പ്രിവ്യൂ അടിക്കുക. കണ്ടില്ലേ, കോണ്ടാക്ട്സിന് ഇപ്പുറത്തെ ന്യൂസ്. ഇപ്പോൾ ന്യൂസിലാണ് നമ്മളുള്ളത്. വളണ്ടിയറിലേക്ക് വന്നു, ന്യൂസിലേക്ക്. കണ്ടില്ലേ? ഇനി വേറൊരു നിങ്ങളൊന്ന് ഉണ്ടാക്കുന്നു വിചാരിക്കുക, വേറൊരു മെനു ഉണ്ടാക്കുന്നു, വേറൊരു പേജ് ഉണ്ടാക്കണം. സോറി, മെനു അല്ല. ഇനി ഈ പേജ്, ഒരു പേജ്, ന്യൂ പേജ് ഞാൻ ഉണ്ടാക്കി. 1 2 3 എണ്ണം ഉണ്ടാക്കി അല്ലേ. ഒരു പേജ് ഉണ്ടാക്കി ഡിലീറ്റ് ആക്കുക, സെലക്ട് ആക്കുക, ഡിലീറ്റ് ആക്കുക. ഇത് പോയിക്കോളൂ. ഇനി ഒരു പുതിയൊരു പേജ് ഞാൻ ഉണ്ടാക്കുകയാണ്, ന്യൂ പേജ്. ഇതിന് ഞാനൊരു പേര് കൊടുക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു റീനെയിമാണ്. പുതിയൊരു പേജ്, ഒരു പേര് കൊടുക്കുക. ഞാൻ ഇപ്പം എന്തായാലും കൊടുക്കുക, എന്തെങ്കിലും ആവട്ടെ. ഇപ്പം ന്യൂസ് ഈവെൻ്റ് ഞാൻ കൊടുത്തു. ഈ ഈവെൻ്റ് ഞാൻ പറയുന്നത് ന്യൂസിൻ്റെ ഇൻസൈഡിലേക്ക് വരണമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ ന്യൂസിൻ്റെ അടുത്ത് കൊണ്ടുവരാം. അന്നേരം ഇപ്പം സാധാരണ ഇത് ഇങ്ങനെ പുറത്ത് വന്നിട്ടാണ് നിൽക്കുക, ഇങ്ങനെ നിൽക്കും. കണ്ടില്ലേ ഈവെൻ്റ്? അതിന് ഉള്ളോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് കൊടുക്കുക, സെറ്റിങ്സിൽ സബ് പേജ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേജ് ഹൈഡാക്കി മാറ്റണം, വേണ്ട എന്ന് വിചാരിച്ചോളാം. പക്ഷെ ഇവിടെ മെയിൻ മെനുവിൽ വേണ്ട, പക്ഷെ വേറെ ഏതെങ്കിലും നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുക്കും, അന്നേരം മാത്രം ഓൺ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുകയാണിപ്പോൾ ഇവിടെ ഈ കോണ്ടാക്ട്സിന് ഞാൻ ഹൈഡ് ചെയ്യും. ഈവെൻറ്റിന് ഞാൻ ഇപ്പോൾ ഈവെൻറ്റ് ഉണ്ടല്ലോ ഇവിടെ, ഞാൻ കാണിച്ചത് നിങ്ങൾക്ക്. പ്രിവ്യൂവിൽ ന്യൂസിൻ്റെ ഉള്ളിൽ ഈവെൻറ്റ് ഉണ്ടാവും, കണ്ടില്ലേ? ഞാൻ ആ ഈവെൻറ്റ് പേജിനെ ഹൈഡ് ചെയ്യാൻ പോകണം. ആ പേജ് എനിക്ക് വേണ്ട. അങ്ങനെയാണെങ്കിൽ, അതായത് മെയിൻ ഇവിടെ വേണ്ട, പക്ഷെ വേറെ എവിടെയെങ്കിലും ഞാൻ കൊടുക്കുമ്പോൾ അത് ഡിസ്പ്ലേ ആവണം. ആ പേജ് അങ്ങനെ വേണം, പക്ഷെ മെനു ഇവിടെ ഡിസ്പ്ലേ ആയി കാണണം. അപ്പം അങ്ങനെയാണെങ്കിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഇവിടെ ഹൈഡ് എ പേജ് ഉണ്ടാവും. ഹൈഡ്, കണ്ടില്ലേ? ഹൈഡ്. ആ മെനുവിൽ ആ പേജ് ഉണ്ടാവില്ല. നമുക്ക് എവിടെയെങ്കിലും ലിങ്ക് ഐഡിന് കൊടുത്തു കഴിഞ്ഞാൽ ഹൈഡ് ഡിസ്പ്ലേ ആ പേജ്. അങ്ങനെയാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഈ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റുന്നത്, സെലക്ട്, ഇപ്പോൾ ടെക്സ്റ്റിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ സെലക്ട് ടെക്സ്റ്റ് എഡിറ്റ്. ഇനിയിപ്പോൾ ഇതിന് നിങ്ങൾക്ക് പേരോ എൻ്റെ ഫോൺ നമ്പർ എന്തെങ്കിലും മാറ്റണം, ഇപ്പോൾ പേര് മാറ്റാണ്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ പേര് നിങ്ങൾ എന്ത് ചെയ്യുക, ആനിമൽ, ഒരു ആനിമലിന് മാറ്റാം. ഇനി ഞാൻ ഇതിൻ്റെ സൈസ് എനിക്കൊന്ന് കൂട്ടണം, കളർ മാറ്റണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചോളാം. എഡിറ്റ് ടെക്സ്റ്റ്, ഇതിൻ്റെ സൈസ് ഒന്ന് കൂട്ടണം. കൂട്ടി എന്നിട്ട് എനിക്ക് ഹെഡിങ്, കുറേ തരത്തിലുള്ള ഹെഡിങ് കാര്യങ്ങൾ, ബോൾഡ് വേണോ,
കളർ വേണം, ലിങ്ക് വേണം, ഇതിനെന്തെങ്കിലും ഹൈപ്പർ ലിങ്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അങ്ങനെ എന്ത് വേണം നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ലിങ്ക് ഒഴിവാക്കാൻ പോവാണ്. ഓൾറെഡി ലിങ്ക് ഞാൻ നേരത്തെ കൊടുത്തിരുന്നു. ആ ലിങ്ക് അങ്ങോട്ട് റിമൂവ് ചെയ്യ ലിങ്ക്. അണ്ടർലൈൻ വേണ്ട. അങ്ങനെ നമുക്ക് എല്ലാം ഇതിങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും പേജ് വേണ്ട രീതിയിൽ. പിന്നെ അതേപോലെ നമ്മുടെ ഈ മെനുവിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെനുവിൻ്റെ ലേ ഔട്ട് എങ്ങനെ ഡിസ്പ്ലേ ആവണം, മിഡിലാണോ സെൻട്രലാണോ, ഇങ്ങോട്ട് വേണോ, പിന്നെ ഓൾ മെനു ആണോ, അത് കുറേ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ നമ്മളിലാകെ അത്ര ഇതുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് വേണോ, റൈറ്റ് ടു ലെഫ്റ്റ് വേണോ, അങ്ങനെയുള്ള നമുക്ക് മെനുവിൻ്റെ ഇതിൻ്റെ സ്ട്രക്ചറെ മാറ്റിയെടുക്കുക. അതിൻ്റെ മെനുവിൻ്റെ ഡിസൈന് മാറ്റുക. ഈ തരത്തിലുള്ള മെനു വേണോ, ഇങ്ങനെ വേണോ, ഇനി ഇതിൽ കളറും കാര്യങ്ങളൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ അത് മാറ്റുക. ഇങ്ങനെ വേണം. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പെട്ടെന്നൊന്നുമില്ല, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, പിന്നെ ഓരോന്ന് ഇതാക്കിയിട്ട് പോകുക. ഇനി സപ്പോസ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഹോം ഉണ്ട്. ഈ പേജിൻ്റെ ഹോം പേജിന് നമ്മുടെ എന്തെങ്കിലും പറഞ്ഞാൽ എന്തോന്ന് പറയാൻ വെച്ചാണല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പേജും കാര്യങ്ങൾ, ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഈ ഇമേജൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇമേജ് സെലക്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ചേഞ്ച് ഇമേജ് കൊടുക്കുക. പിന്നെ വിക്സിൻ്റെ തന്നെ കണ്ടമാന ഇമേജ് ഉണ്ടാവും. വിക്സിൻ്റെ തന്നെ നിങ്ങൾക്ക് വേണം സെലക്ട് ചെയ്തെടുക്കുക. ആഡ് ഇമേജ് ഇതിലുണ്ട്, മീഡിയ ഫ്രം വിക്സ്. ഇതിൽ ഇഷ്ടം പോലെ ഇമേജും കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഇമേജ് വേണമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ആഡ് ടു ഗാലറിക്ക് കൊടുക്കുക. ഒന്നിൽ കൂടുതൽ ഇമേജ് വേണോ ഡിസ്പ്ലേ ആവണമെങ്കിൽ അങ്ങനെ കൊടുക്കുക. അതിന് ഡിലീറ്റ് ആക്കണം, സെലക്ട് ചെയ്യുക, റിമൂവ് ഇമേജ് കൊടുക്കുക. ഒരേ ഇമേജ് വേണമെങ്കിൽ അങ്ങനെ. ഇനി നോക്കുക, നിങ്ങൾ ഇമേജ് ലോഡ് ആവുന്നുണ്ട്. അവിടെ വെബ്സൈറ്റിന് എൻ്റെ നെറ്റിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടാകുന്നുള്ളത്. ഇനി നമുക്ക് ഞാനതിൻ്റെ അത് ലോഡ് ആവട്ടെ. ഇതിൻ്റെ ഡിസൈനൊക്കെ നമുക്ക് മാറ്റാം. ഗാലറി എങ്ങനെ വേണം എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ നേരത്തെ നമ്മൾ സിംഗിൾ ഇമേജാണ് വന്നുകൊണ്ടായിരുന്നത്. വെയിറ്റ് ചെയ്യണേ. റീലോഡ് അടിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിസൈന് മറ്റേ ഈ ഇമേജിൻ്റെ തന്നെ ഫുൾ ലെങ്ത് ഇമേജ് വേണം. പലതരത്തിലുള്ള ഗാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി. ഈ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റുന്നതും അതിന് വേണ്ട ഞാൻ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സെഷന് വൈൻഡപ്പ് ചെയ്യണം. എന്തെങ്കിലും ഇത് ഇത്രയേ ഉള്ളൂ. വേറെ വലിയ മേജറായിട്ടുള്ള കോമ്പോണൻറ്റ് മറ്റു കാര്യങ്ങൾ നിങ്ങൾ പബ്ലിഷ് ചെയ്യണം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അത് പെട്ടെന്ന് ഞാൻ ഇത് ചെയ്യാം. പിന്നെ ടൂള് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എവിടുന്ന് എടുക്കും എന്നുള്ളതാണ്. ഇമേജ് ഒന്നും മാറിയിട്ടില്ല, നമുക്ക് ഇമേജ് ഒന്ന് മാറ്റണം. ഇമേജ് സെലക്ട് ചെയ്യുക, ചേഞ്ച് ഇമേജ്. ആഡ് ഇമേജ് നിങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു ബോക്സ് വരും. നമുക്ക് വിക്സിൻ്റെ ഇമേജ് വേണമെങ്കിൽ വിക്സിൻ്റെ എടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത് സി പാൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഓരോ നിങ്ങളുടേതായിട്ടുള്ള ഫോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അതായത് ചിലപ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ ഒരു ഫോൾഡർ ഉണ്ടാക്കുക. എല്ലാ ഫയലും കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവുമല്ലോ. ഫോൾഡർ ആക്കിയിട്ട് ഓരോന്നിനും ഓരോ ഇമേജ് ആക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഇതിൻ്റെ ഇമേജ് എടുക്കുകയാണ്. ഡണ്ണ് കൊടുത്തു. അതിന് ലിങ്ക് വേണമെങ്കിൽ അതും കൊടുക്കാം. കണ്ടില്ലേ? ഇനിയിപ്പോൾ ഇതിൻ്റെ ഞാൻ മാറ്റാണെന്ന് വിചാരിച്ചോളൂ. ഇത് ഫുൾ ലെങ്ത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കുക. സ്ട്രെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഫുള്ള് ഒറ്റയടിക്ക് ഇത് ഇങ്ങോട്ട് വരും. ഫുള്ള് കണ്ടില്ലേ? ഇങ്ങനെ ഫുൾ ലെങ്ത്തിലേക്ക്. നമുക്ക് ഫുൾ ലെങ്ത്ത് വേണ്ടെങ്കിൽ അതിങ്ങനെ കൊടുക്കുക. ഇനിയിപ്പോൾ അതല്ല, ഇനി മാറ്റാം. ഇതിൻ്റെ എന്തെങ്കിലും ഡിസൈനിൽ ബാക്കി ആനിമേഷൻ കാര്യങ്ങൾ ഡിസൈൻ മാറ്റണം എന്ന് വിചാരിച്ചോളൂ. നമുക്ക് കുറേ ഇതിൽ
എങ്ങനെയൊക്കെയുള്ള ഇമേജ് കുറേ പാറ്റേൺ കാര്യങ്ങളൊക്കെ ഉണ്ട്, പല തരത്തിലുള്ള. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഡിസൈൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും, ഇങ്ങനെ അങ്ങനെ അങ്ങനെ പല ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതെല്ലാം ഇതേ പറഞ്ഞ പോലെ മാറ്റാൻ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക, ചേഞ്ച് ഹെഡർ ഡിസൈൻ, പിന്നെ അതേപോലെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ, ഇത് ആഡ് ഇമേജ്, ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് സെറ്റിങ്സിൽ പോവുക, ഡിസൈനിൽ വരിക, നമ്മുടെ കളർ, ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇങ്ങനെ വേണം, കസ്റ്റമൈസ് ആയിട്ട് വേറെ എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റാം. അങ്ങനെ പല തരത്തിലുള്ള ഓപ്ഷൻ, നിങ്ങൾക്ക് ഇല്ലാത്തതൊന്നുമില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതും അങ്ങനെ തന്നെ, കളർ ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഓരോന്നിനെ സെലക്ട് ചെയ്യാം, അതല്ല ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട്. ഓരോ ഇമേജ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇമേജ് ഇത് ചെയ്യുക, ചേഞ്ച് ഇമേജ് കൊടുക്കുക. പിന്നെ ഇനി അതെല്ലാം നിങ്ങൾക്ക് സെപ്പറേറ്റ് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. ഒരു empty പേജ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ അടുത്തിപ്പം ഇതുണ്ട്, നമ്മളൊരു പേജ് ഉണ്ടാക്കിയിരുന്നല്ലോ, നമുക്ക് ഓക്കെ. നമ്മളിപ്പോൾ ഒരു പേജ് ഉണ്ടാക്കുക, നമ്മൾ സേവ് ചെയ്തിട്ടില്ലല്ലോ നേരത്തെ ചെയ്ത വർക്കും കാര്യങ്ങളിലായിട്ട്, അതാണ് ഒരു പേജ് ഉണ്ടാക്കുകയാണ്. ന്യൂസ്, ഇത് ഞാൻ കോണ്ടാക്റ്റിന് ജസ്റ്റ് മുമ്പ് മെയിൻ പേജ് വേണം. ഈ പേജിൻ്റെ ഞാൻ കളർ വൈറ്റ് ആയിട്ടാണ്, ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് കൊടുക്കും. ഇനി എനിക്കിവിടെ ഒരു ബ്ലോഗ് ആഡ് ചെയ്യണമെന്നുണ്ട്. ഇനി എന്ത് എലമെൻറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആഡ് എന്ന് പറയുന്ന ഇവിടെ വരിക, ഇതിൽ കണ്ടമാനം ടൂൾസ്, ടെക്സ്റ്റ്, പലതരത്തിലുള്ള ടെക്സ്റ്റ് നമ്മൾ കണ്ടോളി, പലതരത്തിലുള്ള ടെക്സ്റ്റ്, നമ്മളെ ഇംപ്രസീവ് സ്ലൈഡ്, ന്യൂസ് പോകില്ല എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള എന്തെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതായത് വൺസ് നമ്മൾ ഇതിൻ്റെ പ്രീമിയം അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാം ഫ്രീ ആയിട്ട് തന്നെ. പക്ഷെ അതിൽ അതിൻ്റെ ആഡും കാര്യങ്ങളും വന്നുകൊണ്ടുണ്ടാവും എന്നുള്ളതാണ്. ഞാനിപ്പം ഇതിൻ്റെ ഇമേജ് കൊടുക്കുകയാണ്, ഒരു ആപ്പ് ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതാണെന്ന് കാണിച്ചു തരുന്നത്. ഇത് ന്യൂസ് ടെക്സ്റ്റ് ബോക്സ് കേട്ടോ, നമ്മൾ പല ന്യൂസും പോകില്ലേ, ഈ നമ്മുടെ ഇതിലെല്ലാം കാണൂല്ലേ, വിത്ത് കണ്ടന്റ് അടുക്കായിട്ട് നമ്മൾ പോണേ, വിത്ത് ഇമേജ്, അത് ഏത് സ്റ്റൈൽ വേണം, ഹൊറിസോണ്ടൽ വേണം, നമുക്ക് വെർട്ടിക്കൽ വേണം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അലോ ടു ഇൻസ്റ്റാൾ, ഇപ്പോൾ ഇവിടെ ലോഡാവും. കണ്ടില്ല? ഇനി ഇതിനെ നമുക്ക് ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. നേരത്തെ ഞാൻ കാണിച്ചു തരുന്നെങ്കിൽ ഇമേജ് ഫുള്ളാവുന്നുണ്ടെങ്കിൽ, നെറ്റിൻ്റെ ഒരു പ്രശ്നമൊന്നുമില്ല. നെറ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ സെറ്റിങ്സിലേക്ക് വരിക, ഇതെല്ലാം മാറ്റാം നമുക്ക്, നമ്മുടേതായിട്ടുള്ള ന്യൂസും കാര്യങ്ങളെല്ലാം സെറ്റിങ്സിൽ വരിക. ഫോർ എക്സാമ്പിൾ നമ്മൾ ചൂസ് ലേഔട്ട്, ഇതെങ്ങനെ വേണമെന്നുള്ളതാണ്. ഇപ്പോൾ സിംഗിൾ ഫുൾ സ്റ്റോറി, ഇനി ഹെഡ്ലൈനായിട്ട് മാത്രമാണെങ്കിൽ ഹെഡ്ലൈന് ഇങ്ങനെ വരും. ഇനി അതല്ല ബാനർ രൂപത്തിലാണെങ്കിൽ ഇങ്ങനെ പോയിക്കോളും. എങ്ങനെ നമുക്ക് വേണം അങ്ങനെ, ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ കൊടുക്കുകയാണ്. പിന്നെ ഫീഡ്, ന്യൂസ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ന്യൂസ് ഐറ്റം 1, ഇപ്പോൾ ഞാൻ കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ എന്താണ് ഡെമോ വെബ്സൈറ്റ് ഡെമോ വെബ്സൈറ്റ് എന്തെങ്കിലും നമ്മളിവിടെ കൊടുക്കുക. ഇങ്ങനെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ, ടൈമും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൊടുക്കുക. ഇമേജ് ഉണ്ടെങ്കിൽ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക. ന്യൂസ് ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിക്കുന്നതായിരുന്നു. ഇത് കൊടുക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഈ ഡേറ്റ് ഓട്ടോമാറ്റിക് ന്യൂസിന് വാലിഡിറ്റി ഉണ്ടാവില്ല, അത് എക്സ്പയർ ആവണമെങ്കിൽ അത് കൊടുക്കും. പക്ഷേ ഇതിന് നമ്മളിവിടെ പറയുന്നുണ്ട് അപ്ഗ്രേഡ് ടു പ്രീമിയത്തിലേക്ക് അപ്ഗ്രേഡ് ആയിക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുറച്ച് ലിമിറ്റേഷൻ നമുക്കുള്ളത്.
ഞാൻ സേവ് ഐറ്റംസ് ഇത് കൊടുക്കുകയാണ്. ഒരു ന്യൂസ് പോലെ കണ്ടില്ല, ഡെമോ വെബ്സൈറ്റ്. നമുക്ക് ഇവിടെ കണ്ടന്റ് ഇതേപോലെ ഇങ്ങനെ കാര്യങ്ങളെല്ലാം കൊടുക്കാം. ഇനി സെറ്റിങ്സിൽ ഇത് സെൻറ്ററിൽ വേണോ, ലെഫ്റ്റ് വേണോ, റൈറ്റ് വേണോ എന്നുള്ള കാര്യത്തിലാണ്. ഡേറ്റ്, ടൈം, എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ആനിമേഷൻ മറ്റുള്ള കാര്യമൊക്കെ നമുക്ക് കൊടുക്കും. ഇത് ന്യൂസ് നമുക്ക് ഇത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുക. പിന്നെ അതേപോലെ നേരത്തെ ആഡിൽ നിങ്ങൾക്ക് പല തരത്തിലുമുണ്ട്. മൾട്ടി ലാംഗ്വേജ് കാര്യങ്ങൾ. ഒന്നിപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈറ്റ് മലയാളത്തിൽ വരണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ നമുക്ക് ആക്കാം. പിന്നെ ഇത് ഇമേജാണ്. നമുക്ക് പലതരത്തിലുള്ള ഇമേജ് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. വിക്സ് നിന്ന് എടുക്കുക, ഫേസ്ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ എന്താണെന്നുള്ളത് അത്. പിന്നെ ബട്ടൺസ്, പലതരത്തിലുള്ള ബട്ടണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്സ് മറ്റേ അപ്ലോഡ് ചെയ്യുന്ന, പിന്നെ പേ നൗ, ഇത് ഡൊണേറ്റ്, അങ്ങനെ എന്തില്ല നിങ്ങൾ ചോദിച്ചാൽ മതി. ഡെക്കോർ ഐറ്റം, പലതരത്തിലുള്ള ആർട്ട് വർക്കും കാര്യങ്ങൾ, ഗാലറി, നിങ്ങൾ ഫോട്ടോസ് ഗാലറി മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്. പിന്നെ കണ്ടെയ്നർ, നമുക്കിപ്പോൾ ഒരു എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഒരു ഗെറ്റ് ഇൻ ടച്ച് ഫോർ എക്സാമ്പിൾ ഞങ്ങൾക്കിങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഗെറ്റ് ഇൻ ടച്ച് കൊടുക്കുകയാണ്. കണ്ടില്ലേ? ഇനി നമുക്കിത് വേണ്ട പോലെ ഇതിനെ ഓരോന്നിനെ എഡിറ്റ് ചെയ്യുക. ഈ ഇമേജ് ഇവിടുന്ന് മാറ്റുക, നമ്മൾ ഇതാക്കിയ സൈറ്റ് മാറ്റുക. അങ്ങനെ ഇല്ലാത്തതൊന്നുമില്ല ഇതിൽ. വീഡിയോ, മ്യൂസിക്, ഫേസ്ബുക്കിൽ നിന്ന് വേണോ, ട്വിറ്ററിൽ നിന്ന് വേണോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇനി നാവിഗേഷന്, ആങ്കർ മെനു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ പേജിൽ തന്നെ എല്ലാം ഉൾക്കൊള്ളുന്ന ഇതാണ് ആങ്കർ. പിന്നെ അതേപോലെ ഇൻട്രാക്റ്റീവ്, നമ്മുടെ വെബ്സൈറ്റ് സ്റ്റണ്ണിങ് ആക്കാൻ വേണ്ടിയിട്ട് കുറേ എലമെൻസും കാര്യങ്ങളുണ്ട്. വെൽക്കം, അതായത് വെബ്സൈറ്റ് ഓൺ ആകുന്നേക്കാൾ മുമ്പ് തന്നെ നമുക്കൊരു വെൽക്കം ഇത് വെച്ചിട്ടായിട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ സോഷ്യൽ മീഡിയ ഐക്കൺ, ഫേസ്ബുക്കിൽ നിന്ന്, ട്വിറ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൽ തന്നെ ഡയറക്റ്റ് നിന്ന് കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ കോണ്ടാക്ട് ഫോം, നിങ്ങളുടെ ഇത് ചെയ്യുന്നുള്ള ആപ്ലിക്കേഷൻ ഫോം അങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാനും. പിന്നെ അതേപോലെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കോണ്ടാക്ട്, ഫീഡ്ബാക്ക്, ജോബ് ആപ്ലിക്കേഷന്, പിന്നെ ലിസ്റ്റും ഗ്രിഡും, അതേപോലെ ന്യൂസിൻ്റെ നമ്മുടെ എന്തെങ്കിലും പ്രൊഡക്റ്റോ മറ്റുള്ള കാര്യങ്ങളുണ്ട്, ടെസ്റ്റ് മൂന്നൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ എംബഡഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. HTML കോഡ് നമുക്ക് എംബഡഡ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഗൂഗിൾ ഡ്രൈവിന് അറ്റാച്ച് ചെയ്യുക. അതേപോലെ ഡ്രോപ്പ് ബോക്സ്, ഇൻസ്റ്റാഗ്രാം, ബ്ലോഗ് നമുക്ക് ഇത് ചെയ്യുക, ബ്ലോഗ് ഇത് ചെയ്യാൻ ഇതാക്കുക. പിന്നെ സ്റ്റോർ, ഓൺലൈൻ സ്റ്റോർ, ബുക്കിംഗ്, അങ്ങനെ A to Z കാര്യങ്ങൾ. ഇനി ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ പബ്ലിഷ് ചെയ്യണം. ഇതാണ് നമ്മൾ പബ്ലിഷ്. ഫസ്റ്റ് ടൈം ആണല്ലോ, അപ്പോൾ നമ്മളോട് ചോദിക്കും നിങ്ങൾ എന്താണോ ഡൊമൈൻ എടുത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഓൺ ആക്കിയത് കൊണ്ടാണ് ഇത് ഓട്ടോമാറ്റിക് ഇവിടെ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ഇവിടെ വരും ഓട്ടോമാറ്റിക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിന് സൈറ്റിന് നമുക്ക് പേര് കൊടുക്കാൻ പറ്റും. ഇത് ഓൾറെഡി ഞാനിവിടെ കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെ. ഞാൻ ഈ സൈറ്റിലേക്ക് നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ സൈറ്റ് ഞാൻ കോപ്പി ചെയ്യുന്നതിന് ശേഷം ഡൺ കൊടുത്തു. മൊബൈൽ സൈറ്റ് വേണ്ട, നോക്കാം നമ്മൾ. അപ്പോൾ നമ്മളിപ്പോൾ പബ്ലിഷ് ആക്കി നടത്താം. ഒരു എലമെന്റ് ചേർത്തിട്ടുണ്ടല്ലോ, പബ്ലിഷ് ചെയ്തു. ഞാൻ ആ സൈറ്റ് വരികയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ സൈറ്റ് എടുക്കുക. കണ്ടില്ല? ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ വെബ്സൈറ്റ്. ഇതിൽ ഞാൻ പറഞ്ഞു ഇത് ഫ്രീ ആയിട്ട്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, പ്രശ്നമല്ല, അത് ഫ്രീ ആയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നല്ലോ. അതായത് നമ്മളെ അക്കൗണ്ട്സ്, നമ്മൾ യൂസർ നെയിം പാസ്വേഡ് ആക്കുമ്പോൾ അത് പ്ലസ് നിങ്ങളുടെ സൈറ്റ് പേര് ഇങ്ങനെയായിരിക്കും. അതായത് ഇവിടെ വിക്സ് സൈറ്റ് നമ്മൾ ഉണ്ടാവും കാണുന്ന അർത്ഥം. ഇത് നമ്മൾ പ്രീമിയം ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഇവർ ആഡും കാര്യങ്ങളൊന്നും കാണില്ല. അല്ലെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് നമ്മൾ വിക്സിൻ്റെ ആഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മനസ്സിലാക്കി വെക്കുക. അത് നമ്മൾ പ്രീമിയം ചെയ്യേണ്ടത് എങ്ങനെ? പബ്ലിഷറിന് കൊടുക്കുമ്പോൾ നമുക്ക് ഒന്നിങ്ങനെ ചെയ്യാൻ പറ്റും, ഡൊമൈനിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇവിടെ ഉണ്ട്, ഇവിടെ അപ്ഗ്രേഡ് ന്യൂ, ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം.
അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. ഇപ്പോൾ നോക്കിയില്ലേ, ഇതിപ്പോൾ വിക്സ് പ്രീമിയം പ്ലാനിന് ആകെ ഉള്ളത് 29 റുപ്യ. ഞാനിതിനെ പ്രൊസീഡ് ചെയ്യും. അപ്പോൾ 29 റുപ്യക്ക് നമ്മൾ കൊടുത്തു കഴിയും. ഒരു മാസത്തിന് 29 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര എമൗണ്ട് ആയിട്ട് നമുക്കത് തരും എന്നുള്ളത് നിങ്ങൾ കണക്കൂട്ടി അങ്ങനെ കിട്ടുമല്ലോ. ഇത് ഏകദേശം 29 ഇൻറ്റു ഒരു വർഷത്തേക്കാവുമ്പോൾ എത്ര വരും നിങ്ങൾ ആനുവലിലേക്ക് കണക്കൂട്ടി വെക്കുക. എക്സാമ്പിൾ ഞാൻ കാൽക്കുലേറ്റർ എടുക്കട്ടെ. 29 ഇൻറ്റു 12, അതായത് 348 റുപ്യ എന്നർത്ഥം. 500 റുപ്യ പോലും ആയിട്ടില്ല, 500 റുപ്പീസ് പോലെ. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആഡ് റിമൂവ് ആവും. ഫ്രീ ഡൊമൈൻ ഒരു വർഷത്തേക്ക് നിങ്ങൾ ഇത് ഈ ഒരു സൈറ്റ് നമുക്ക് കിട്ടും. കണക്ട് യുവർ ഡൊമൈൻ, നമ്മുടെ ഡൊമൈൻ ഇതിലെ കണക്ട് ചെയ്യുക. അൺലിമിറ്റഡ് ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവും. 10 GB വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസ് വീഡിയോ ഒക്കെ ആയിട്ട് സ്റ്റോർ ചെയ്യുക. ഗൂഗിൾ അനലിറ്റിക് ഉണ്ടാവും. അക്സെപ്റ്റ് ഓൺലൈൻ പേയ്മെൻറ്റ്, അൺലിമിറ്റഡ് വീഡിയോ അവർ, ഓൺലൈൻ സ്റ്റോർ, അങ്ങനെ പല ഇതിലും ഈ ഒരു പറയുന്ന ഇത് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ സൈറ്റ് അപ്ഗ്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഏത് വരെ അത് എമൗണ്ട് പോകുന്നത് വരെ ഞാൻ കാണിച്ചു തരാം. അപ്ഗ്രേഡ് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഇൻഫർമേഷനൊക്കെ ചോദിക്കും. ആ ഇൻഫർമേഷനൊക്കെ ഇവിടെ കൊടുക്കുക. ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും. പിന്നെ ഒന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇന്ത്യൻ്റെ ഇതെടുക്കൂല, റൂപേ കാർഡ് എടുക്കൂല, ഡെബിറ്റോ ക്രെഡിറ്റോ. ഇവിടെ എഴുതിയിട്ടുണ്ട് മാസ്റ്റർ, വിസ കാർഡ്. കാര്യങ്ങളെല്ലാം കൊടുക്കുക, പ്രൊസീഡ് ആക്കുക, തീർന്നു. അത്രയേ ഉള്ളൂ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഇതെന്താവും, സൈറ്റ് പ്രീമിയം ആവും. പ്രീമിയം മാത്രമായി കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. നമുക്ക് പിന്നെ എന്ത് ചെയ്യണം, ഡൊമൈന് രജിസ്റ്റർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇനിയിപ്പോൾ ഇത് ക്ലോസ് ചെയ്യണം. നിങ്ങൾക്ക് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് കണക്റ്റഡ് ഡൊമൈൻ, അതിൻ്റെ ആ സി പാനൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ എൻ്റെത് ഞാൻ കാണിച്ചു തരാം. അതിലേക്ക് ഇതാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ട വേറൊരു മെത്തേഡ്. ഒന്ന് പബ്ലിഷ് ചെയ്യുമ്പോൾ ആ സമയത്ത് ചോദിക്കും. ഞാൻ അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. കണക്ട് യുവർ ഡൊമൈൻ. ഓൾറെഡി നമ്മുടെ കയ്യിൽ ഡൊമൈൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓൾറെഡി ഉണ്ടെങ്കിൽ സെലക്ട് എ പ്ലാൻ. നമ്മൾ ആദ്യം പ്ലാൻ സെലക്ട് ചെയ്യണമല്ലോ. നമ്മൾ നേരത്തെ പ്ലാൻ സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഏതാണോ പ്ലാൻ, നമ്മുടെ അതേ പ്ലാൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ പ്ലാൻ സെലക്ട് ചെയ്തിട്ട് ഇത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിലുള്ള ഓൾറെഡി ഡൊമൈൻ ഉള്ളത് വരാൻ പറ്റും. ഇനി അതല്ല, വേറെ ഒരു പുതിയൊരു ഡൊമൈൻ, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഡൊമൈൻ ഗോഡാഡി എന്നുണ്ട്. ഇതിന് കുറച്ച് കോസ്റ്റ് കൂടുതലാണ്. ഇനി ഈ ഡൊമൈൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി. എക്സാമ്പിൾ നമ്മൾ ഡൊമൈൻ ഇവിടെ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുമ്പോൾ sayyedmisbah.com ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇനി ഇന്നും എടുത്ത് നോക്കാം. ഇല്ല, അതും പോയിട്ടുണ്ട്. അപ്പം sayyedmisbah.org കൊടുത്താലോ. ഇങ്ങനെയാണ് നമ്മുടെ ഡൊമൈന്. ഇതും ഗോഡാഡി സെയിം തന്നെയാണ്. സെർച്ച് ഉണ്ട് അവൈലബിൾ. ഓക്കെ, 1 year. അപ്പോൾ നമ്മൾ ഗെറ്റ് ഇറ്റ്. ഇത് നമ്മൾ എടുക്കാം. ആദ്യം നമ്മളോട് അപ്ഗ്രേഡ് ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. അതായത് നമ്മുടെ ഈ സൈറ്റ് പ്രീമിയം ആക്കണം, എന്നിട്ടാണ് നമുക്ക് ഡൊമൈൻ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഡൊമൈൻ എടുക്കേണ്ട എന്നുള്ള അഭിപ്രായമാണ്. പക്ഷേ ഇതിൻ്റെ എമൗണ്ട് കുറച്ച് കൂടുതലാണ്, പക്ഷേ ഡൊമൈന് മാത്രം. ഇത് ഏറ്റവും ഈസിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ആകെ നമുക്ക് ഒരു 300 റുപ്യ 400 റുപ്യ ഒരു വർഷത്തിൽ ഒരു വർഷം ആവുന്നുള്ളൂ പ്രീമിയം അക്കൗണ്ട്. ഇത് സിമ്പിളാണ്. അതാണ് നമ്മുടെ ഇത് ചെയ്യേണ്ടത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡാഷ്ബോർഡ്. മറ്റേ ഞാൻ ക്ലോസ് ചെയ്തിട്ട് അതെങ്ങനെയാണ് ഇതിനാണ് ഡാഷ്ബോർഡ്. ഇതിൽ നമ്മൾ ഇനി ഒരു സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ സെറ്റിങ്സിലേക്ക് വരാം. ഞാൻ ആദ്യം എൻ്റെ സൈറ്റ് ഓൺ ആക്കി തരുന്നത് ഞാൻ എന്നിട്ട് കാണിച്ചു തരാം. ഞാൻ വിക്സിൽ ഇതിലുണ്ടാക്കിയ ഒരു സൈറ്റ് ഞാൻ കാണിച്ചു. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എൻ്റെ തന്നെ എടുക്കുകയാണ്. sayyedmisbah ഓൾറെഡി ഞാൻ ഓൺ ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ എന്തിലുണ്ടാക്കിയതാണ്, വിക്സിൽ ഉണ്ടാക്കിയതാണ്.
sayyedmisbah.com. And ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, വെൽക്കം സ്ക്രീൻ ഫസ്റ്റത്തെ ഇത് നമ്മൾ എൻ്റെ സൈറ്റ് എടുത്താൽ സൈറ്റിലേക്ക് വരും. ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൈവ് ചാറ്റ് ഉണ്ട്. ലൈവായിട്ട് നമുക്ക് എൻ്റെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും. ഇത് എഡ്യൂക്കേഷന് ഇതൊക്കെ നിങ്ങൾ ഡിസൈൻ ചെയ്തെടുക്കേണ്ടതാണ്. എക്സ്പീരിയൻസ്, സ്കില്ല്, പോർട്ട്ഫോളിയോ ആണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയാണല്ലോ പേഴ്സണലായിട്ട്. ഇതിൽ ഞാൻ 3 എണ്ണം വെച്ചിട്ടുണ്ട്. അച്ചീവ്മെൻറ്റ്, പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഹോബീസ് കണ്ടില്ലേ, വിത്ത് ഫിഗർ മറ്റെന്താ പറയുക ഇമേജ് എടുക്കാം. ഇനി പോർട്ട്ഫോളിയോ, ഞാൻ പറഞ്ഞില്ല എൻ്റെ ഇത് വർക്ക് ചെയ്തിട്ട് കുട്ടികളും എൻ്റെ ക്ലാസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോർട്ട്ഫോളിയോ. പിന്നെ ടോക്ക് ടു മീ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഇപ്പോൾ മെയിലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പേരും കാര്യങ്ങളും കോൺടാക്റ്റിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളും നിങ്ങൾ ഇതിൽ വന്നിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എൻ്റെ മെയിലിലേക്ക് വരും. ഇനി ഇതും തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ ലിങ്ക്ഡിനിലേക്ക്, പിന്നെ അതേപോലെ തന്നെ എൻ്റെ ട്വിറ്റർ, പിന്നെ നമ്മുടെ യൂട്യൂബിലേക്ക്, അങ്ങനെ എന്തിലേക്ക് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് അക്കൗണ്ട്സ് കൊടുക്കാൻ പറ്റും. ഇതാണ് ഒരു സൈറ്റ്. അതിനടുത്തൊരു സൈറ്റ് ഞാൻ ഒന്ന് കാണിച്ചത്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലേക്ക് തന്നെ, മജ്ലിസ് സ്കൂളിൽ, പിന്നെ അതേപോലെ തന്നെ ഓർഗനൈസേഷനിലേക്ക്, ഇതെല്ലാം നോക്കിയാൽ മനസ്സിലാവും. ഈ ഡൊമൈൻ ഇപ്പോൾ നോക്കി നിങ്ങൾ വിക്സിൻ്റെ ഒരു ഇത് പോലും ഇല്ല. നിങ്ങൾ പേര് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ടോപ്പിലേക്ക് തന്നെ വരിക. അല്ലാത്ത നിങ്ങൾ മറ്റേ പ്രീമിയം അല്ലാത്ത എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പേര് വരും. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഞാൻ ഇതെല്ലാം എൻ്റെ സോഷ്യൽ മീഡിയയിൽ നിന്ന് അവിടുന്ന് കൊടുത്ത അക്കൗണ്ട്സാണ്. ഇത് ലിങ്ക്ഡിൻ, ഫേസ്ബുക്ക്, ഇതെല്ലാം കൊടുത്താണ്. ഇത് സ്കൂളിൻ്റെ, ഇത് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. ഇവിടെ തന്നെ നമുക്ക് CBSEൻ്റെ സൈറ്റിലേക്ക് പോകാനും മറ്റുള്ളതിനും, പിന്നെ അഡ്മിഷൻ ഫോം ഇത് ചെയ്യുന്നത് ഇതൊക്കെ കാണിച്ചു തരുവാണെങ്കിൽ നിങ്ങൾക്ക്. അപ്പോൾ ഇത് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമുക്ക് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ആക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഇത് ആപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോം എന്താവും, ഡൗൺലോഡ്. ഇതൊക്കെ നമുക്ക് പ്രീമിയം ആക്കി കഴിഞ്ഞാൽ അറ്റാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇത് വേറൊരു വെബ്സൈറ്റാണ്. ഇതിൻ്റെ ഗാലറി എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നേരത്തെ ഞാൻ ഒരു ഗാലറി ഞാൻ കാണിച്ചു. ന്യൂസ് ആൻഡ് ഈവൻറ്റ്, ഫോർ എക്സാമ്പിൾ നമുക്ക് സ്കൂളിൻ്റെ ഗാലറി എടുക്കുന്നു വിചാരിച്ചു. ഇങ്ങനെ ഗാലറി നമുക്ക് സെറ്റ് ചെയ്യാം. അത് എന്ത് വേണമെങ്കിലും നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിക്സിൽ എത്ര സ്റ്റാൻഡിങ് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ നടക്കാം. അത് ഇത്ര ചെറിയ കാര്യമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇച്ചിരി ടൈം എന്ത് ചെയ്യാവുന്ന സ്പെൻഡ് ആക്കുക. ഇനി ഞാൻ ഇത് നേരത്തെ പറഞ്ഞത് ഇതാണ് നമ്മുടെ ഈ പ്രീമിയം പ്ലാൻ, മറ്റുള്ള കാര്യങ്ങൾ, സൈറ്റ് പബ്ലിഷ്, എങ്ങനെ സൈറ്റ് രജിസ്റ്റർ ചെയ്യുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ്, ഈ സെറ്റിങ്സിലാണ്. അപ്പോൾ ഞാനിത് സൈറ്റ് മാനേജ് ഇതാക്കാണെന്ന് വിളിച്ചു. പിന്നെ ഇതിൻ്റെ നിങ്ങളിത് കണ്ടോ, ഇവിടെ എൻ്റെ ഈ ഒരു ബട്ടൺ കണ്ടോ, ഇവിടെ എൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ചെറിയുന്നുണ്ട്. ഇതിൻ്റെ ഫാൽക്കോൺ എന്ന് പറയുന്നത് അതെങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ സെറ്റിങ്സിലാണുള്ളത്. ഇതെല്ലാം നമ്മുടെ സെറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ സൈറ്റ് സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ഇതിവിടെ ഇത് നമ്മൾ അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ അതൊക്കെ ഞാൻ കാണിച്ച് എങ്ങനെയാണെന്നുള്ളത് സംശയം പറയുന്നത്. എൻ്റെ ഇത് DNS എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് മെയിനായിട്ട് നമ്മളെ എഡിറ്റിംഗ് ഉള്ളത്. നമ്മളെ ഫോർവേഡിങ്, മറ്റേ നെയിം, പോസ്റ്റ് നെയിം, മറ്റുള്ള കാര്യത്തിലൊക്കെ. അത് വൺസ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ മറ്റേ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ DNS റെക്കോർഡ് സെറ്റിങ്സ് ഇതെല്ലാം കാര്യമാണ്. വേറെ ഇതിലൊന്നും നിങ്ങൾ നോക്കാനൊന്നുമില്ല. ഇവിടെയാണ് നമ്മളെ മെയിനായിട്ട് ഞാൻ പറഞ്ഞ ഈ സംഭവം, ഇത് കാര്യങ്ങളെല്ലാം വെക്കുന്നത് ഇവിടെയാണ്. നമ്മൾ CEO സെറ്റിങ്സ്, സോഷ്യൽ,
നമ്മുടെ സോഷ്യൽ മീഡിയ ഇമേജ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ സിഒൻ്റെ സെറ്റിംഗ് ആണ്, അതായത് ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഓവർവ്യൂ, ഇതാണ് നമ്മൾ നേരത്തെ ഫാൽക്കോൺ, ഇതാണ് നമ്മൾ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞത്. ഇതാണ് ഈ ഫാൽക്കോൺ എന്ന് പറയുന്നത്. ഈ ഒരു ഇത് കണ്ടില്ലേ നിങ്ങൾ, ഇത് ഇവിടെ വിക്സിൻ്റെ ഇവരെ ഇത് അതൊക്കെ ജനറൽ ഇൻഫർമേഷനിലാണ്. ഇനി ഇത്തരം കാര്യങ്ങളാണ് ഇത് നിങ്ങളൊന്ന് കണ്ടോളൂ. ഞാൻ കാണിച്ചത് ഇമെയിൽ അഡ്രസ്സ്, നമ്മുടെ വെബ്സൈറ്റ് നെയിം, മറ്റുള്ള വെബ്സൈറ്റ് നെയിം, പിന്നെ അതേപോലെ തന്നെ പോർട്ട്ഫോളിയോ ഇമേജ്, ഇതാണ് ഫാൽക്കോൺ ഇമേജ് ഇവിടെ മാറ്റേണ്ടത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ അഡ്രസ്സിൻ്റെ ഇത് എന്താ പറയുക, മാപ്പും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ഇവിടെ വന്നിട്ട് സെറ്റായി പോകും. ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഡൊമൈന് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. ഡൊമൈന് പർച്ചേസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഗോഡാഡിയിൽ നിന്നാണ് നമ്മൾ ഡൊമൈന് പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും ഒരു ടാബ് കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ബ്രൗസർ തുടങ്ങിക്കഴിഞ്ഞാൽ ഗോഡാഡിയിൽ ക്ലിക്ക് ചെയ്യുക. അറിയാത്തവരുണ്ടെങ്കിൽ ഗോഡാഡിയുടെ സൈറ്റിലേക്ക് വരിക. ഇതേപോലെ തന്നെ ഇവിടെ യൂസർ നെയിം പാസ്വേഡ് ചോദിക്കും. നമ്മൾ യൂസർ നെയിം പാസ്വേഡ് അടിക്കുക. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഡൊമൈൻ സെർച്ച് ആദ്യം നടത്തുന്നു, എന്നിട്ട് അതിന് നമുക്ക് നോക്കുകയുണ്ടോ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ sayyedmisbah.org ആണ് നോക്കിയത്. ഇതിൽ കാണിച്ചു തരും ഫിറ്റിങ്ങുകൾ. ഇതിൻ്റെ എമൗണ്ട് പറയുന്നുണ്ട് 620. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും നോക്കിയാലും മതി. ഇപ്പോൾ നമ്മളിപ്പോൾ വേറെ ഡെമോ എക്സാമ്പിൾ, ഇത് 24 hours സപ്പോർട്ടൊക്കെ ഉണ്ടാവട്ടെ. നമുക്ക് സെലക്ട് ചെയ്ത് ഇത് സെർച്ച് ആക്കുക. വേണ്ട ഡൊമൈൻ നോക്കി. ഇത് എമൗണ്ട് കുറേ വലുതാണ്. നമ്മൾ ഓരോന്നും നോക്കിയാൽ മതി. .com ഇന്നോ 149 ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ടു കാർട്ട്. സാധാരണ ഓൺലൈൻ ബിസിനസ് നടത്തുന്ന പോലെ തന്നെയാണ്, ഇതിൽ വേറെ ഇതൊന്നുമില്ല. ഇത് കണ്ടില്ലേ, ഇതാണ് ഈ ഫാൽക്കോൺ. ഇത് ഈ ഇമേജ് ഇവിടെ റീപ്ലേസ് ആവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ഗോഡാഡി ഇപ്പോൾ ഇതായിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കാർട്ടിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം വന്നു. ഇനി നമുക്ക് എന്തെങ്കിലും പ്രൊഫഷണൽ ആയിട്ടുള്ള ഇമെയിൽ വേണം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, വെബ് ഡൊമൈൻ വേണ്ട എന്നാണെങ്കിൽ ഇത്ര എമൗണ്ട് എന്ന് പറയുന്നത്. നോ താങ്ക്സ്, വേണ്ട. ഹോസ്റ്റിംഗ് നടത്തുന്നുണ്ടോ ഇല്ല, വേണ്ട. കണ്ടിന്യൂ. നമുക്ക് നോക്കാം എത്ര എമൗണ്ട് വരുന്നുള്ളതാണ്. ഇതെല്ലാം ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, മറ്റുള്ള ഇതെല്ലാം ആക്കിയിട്ട് നമുക്ക് അൾട്ടിമേറ്റ് പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റി എക്സാമ്പിൾ മൊത്തത്തിൽ ഇത് നമുക്ക് വേണ്ട. 2 ഇയർ ആണുള്ളത്, 2 ഇയർ ഒന്നും നമുക്ക് വേണ്ട. ഇതാണ് ഞാൻ പറയാണ് 1 ഇയർ എക്സാമ്പിൾ. ഇത് നമുക്ക് അൾട്ടിമേറ്റ് ഡൊമൈൻ പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റി ഒക്കെ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് 420 റുപ്യ ആയിട്ടുണ്ടാവും. നമ്മുടെ കാർഡും കാര്യങ്ങളൊക്കെ അടിക്കുക, ഡീറ്റെയിൽ അടിക്കുക, നെറ്റ് ബാങ്ക് ഇതാണ്, പ്രൊസീഡ് ആക്കുക. അതിന് മുമ്പ് ഇവിടെ ഞാൻ ലോഗിൻ ആയതുകൊണ്ടാണ് യൂസർ നെയിം പാസ്വേഡും വേണം. അപ്പോൾ എൻ്റെ ഇതിൽ കുറച്ച് ഡൊമൈനൊക്കെ ഉണ്ട്. നമ്മുടെ ഡൊമൈൻ കാര്യങ്ങളൊക്കെയാണെങ്കിൽ മാനേജ് ഡൊമൈൻ വരിക. ഓൾറെഡി ഉള്ള ഡൊമൈൻ ആണെങ്കിൽ ഇതിനങ്ങനെ തന്നെ കേട്ടോ, യൂസർ നെയിമും പാസ്വേഡും ഇവരെ ആവശ്യപ്പെടും. ഇല്ലെങ്കിൽ നമുക്കൊരു പുതിയൊരു ഗോഡാഡി അക്കൗണ്ട്സ് ഉണ്ടാക്കാം. ഗോഡാഡി എടുക്കുക. ഇത് ഞാൻ ഓൾറെഡി ഉള്ള ഡൊമൈനാണ്. ഇപ്പം എൻ്റെ ഇതാണ് ഡൊമൈനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഗോഡാഡി അക്കൗണ്ട്സ് എടുക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ഇത് രജിസ്റ്റർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. വെരി സിമ്പിൾ. ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ഓൺ ദ സ്പോട്ട് ഇത് കിട്ടും. എന്നിട്ട് നേരെ വിക്സിലേക്ക് വരിക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ
നമ്മുടെ സെറ്റിങ്സിലേക്ക് വന്നിട്ട് നമ്മുടെ എന്താണ് ഇപ്പോൾ ജനറൽ ആയിട്ടുള്ള ഓവർവ്യൂ ഇവിടെ വരിക. എന്നിട്ട് കണക്ട് ടു സൈറ്റ് അത്ര ആക്കേണ്ടുള്ളൂ. ഗോഡാഡിയിൽ നിന്ന് ഇത് ചെയ്യുക, നമ്മളെ സൈറ്റ് പബ്ലിഷ് ചെയ്യുക, അതിന് മാനേജ് കൊടുക്കുക. ഇത്രയും നിങ്ങൾക്ക് ചെയ്ത് ഇത് ഇപ്പം പെട്ടെന്ന് മനസ്സിലാവും. അത് ഞാനിങ്ങനെ പറഞ്ഞ് കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡൊമൈൻ ആഡ് ചെയ്തിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. ഇത്രയും എന്തെങ്കിലും സംശയമോ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബൈ മെയിലോ കമൻറ്റോ കാര്യങ്ങളോ എന്താണോ അത് വെച്ചിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾ വീഡിയോ കുറച്ച് ലോങ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇതൊന്ന് സ്കിപ്പ് ചെയ്യാൻ നിൽക്കല്ല. ഇവർക്കത് കൃത്യമായിട്ട് എന്താ ഞാൻ പറഞ്ഞു തന്നതെന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഈ പറഞ്ഞ പോലെ പോസ്റ്റോ ഇതാക്കിയിട്ട് ഇത് ചെയ്യുക. എല്ലാം ഇത് അവസാനിപ്പിച്ചതിന് നമ്മൾ ലോഗ് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ ഇത് അവസാനിപ്പിക്കുക. അപ്പം ഈ സെഷൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അതുവരെ ഒരു ചെറിയ ഷോർട്ട് ബ്രേക്ക്.